നമുക്ക് ചെറിയ രീതിയിൽ പ്രാക്ടിക്കൽസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്ന് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, Good morning, ma'am. Good morning. സ്ക്രീനില് കുറച്ച് കളേഴ്സ് കണ്ടോ? സ്ക്രീനിൽ കുറച്ച് കളേഴ്സ് കാണുന്നുണ്ടോ? ഉണ്ട് മാം. കാണുന്നുണ്ട്. എന്താണത്? ബിഗിനേഴ്സിന് കൊടുക്കുന്ന മോണ്ടിസോറി കളേഴ്സ് ആണ് അല്ലെ? ഏതൊക്കെ കളർ ഉണ്ട് അതില്? Red, ബ്ലൂ, റെഡ്. ഓക്കെ, ഇവിടെ താഴെ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് മാം. ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ് ഈ കളേഴ്സ് ആദ്യം പഠിപ്പിക്കുന്നത് അല്ലെ? ഏതൊക്കെ കളേഴ്സ് ആണ് ഇതില്? യെല്ലോ, റെഡ്, ബ്ലൂ. ഓക്കെ, അപ്പൊ കളർ എന്ന കോൺസെപ്റ്റ് കുട്ടികൾക്ക് ആദ്യം നമ്മൾ ഈ 3 കളേഴ്സ് ആണ് ആദ്യം അവർക്ക് ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കളേഴ്സ് അതിൽ 3 പ്രൈമറി കളേഴ്സ് വരുന്നുണ്ട് അല്ലെ? 3 കളേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കളർ ബോക്സ് സെക്കൻഡ് 1 ഒരെണ്ണം വരുന്നുണ്ട്. കളർ ബോക്സ് ഒരെണ്ണം സെക്കൻഡ് 1 വരുന്നുണ്ട്. ഈ 3 കളേഴ്സ് ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഉണ്ട് മാം. ഉണ്ട് മാം, മനസ്സിലായി. ഓക്കെ, ഉണ്ടോ? കളർ കാണുന്നുണ്ടോ? ഉണ്ട് മാം. ഉണ്ട് മാം. എത്ര കളേഴ്സ് ഉണ്ടെന്ന് നോക്കിയേ. 11 കളേഴ്സ് ഉണ്ട്. അപ്പൊ സെക്കൻഡ് സെറ്റിൽ എത്രയുണ്ട്? 11 കളേഴ്സ് ഉണ്ടായിരിക്കും. ഇതൊന്ന് നോക്കണേ നിങ്ങള്. നമ്മുടെ ഒരു സെക്ഷൻ പ്രാക്ടിക്കൽ കഴിഞ്ഞതിന് ശേഷം മെറ്റീരിയൽസ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ പലരും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ടീച്ചർ ഒന്ന് കണക്ട് ചെയ്യണേ കേട്ടോ. ഓക്കെ, കാണുന്നുണ്ടോ? യെസ് മാം. യെസ്, കണ്ടോ? 11 കളേഴ്സ് ഉണ്ട്. സെക്കൻഡ് ബോക്സ് ആണ് അല്ലെ? കളർ ബോക്സിന്റെ സെക്കൻഡ് കളർ ടൈപ്സ് ആണ്. ഇതിൽ എത്ര കളർ വരുന്നുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? 11 കളേഴ്സ് വരുന്നുണ്ട് അല്ലെ? It is available 11 colors: yellow, green, orange, pink, purple, gray and white. Okay, green വരുന്നുണ്ട്. കാണുന്നുണ്ടോ പാലറ്റ്സുകള്? വൈറ്റ്, ഗ്രേ ഷെയ്ഡ് കണ്ടോ? Then ഇതെന്താണ്? ബ്രൗൺ ഷെയ്ഡ്, ബ്ലാക്ക്, പിങ്ക്, ഓറഞ്ച്. Then ഇതെന്ത് കളറാണ്? വയലറ്റ്. പർപ്പിൾ കേട്ടോ. പർപ്പിൾ ആണ് കേട്ടോ, വയലറ്റ് അല്ല, പർപ്പിൾ ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? എന്ത് മനസ്സിലാകാനും കൂടി വേണ്ടിയിട്ട്, കളേഴ്സ് മനസ്സിലാവാനും ആ കളേഴ്സ് ഐഡന്റിഫിക്കേഷൻ ചെയ്യാനും കൂടിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. വെരി ഗുഡ് അല്ലെ? ഇത് 11 കളേഴ്സ് ഉണ്ട്. ആദ്യം കുട്ടികൾ 3 കളേഴ്സ് ആണ് ബേസിക് പഠിച്ചത്. ഏതൊക്കെ കളേഴ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്? യെല്ലോ, ബ്ലൂ ആൻഡ് റെഡ്. സെക്കൻഡ് ടൈപ്പ് സെറ്റ് എന്ന് പറയുന്നത് 11 കളേഴ്സ് വരുന്നുണ്ട് അല്ലെ? അതില് എന്തൊക്കെ കളർ ഉണ്ട്? റെഡ്, യെല്ലോ അല്ലല്ലോ, ഗ്രീൻ, വൈറ്റ്, ബ്രൗൺ, ഗ്രേ, പിങ്ക്, ബ്ലാക്ക്, ഓറഞ്ച്, പർപ്പിൾ. നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത്
എത്ര സെറ്റ് ഓഫ് കളർ ഉണ്ടാവും? കാണാമോ? സ്ക്രീനിൽ നോക്കിയാൽ മതി കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല, അത് ഓഫീസിലാണ്, അത് കിട്ടില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെറ്റ്, അതായത് ഫുൾ കളർ ബോക്സ് ആണ്. അതായത് ടെർഷറി കളർ ബോക്സ് നമ്മൾ പറയും. അതായത് ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ് ഇതിൽ വരുന്നുണ്ട്. കണ്ടോ, ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ് ഇതിൽ വരുന്നുണ്ട്. ഏകദേശം ഒരു 63 ടാബ്ലറ്റ്സ് വരെ ഇതിൽ വരാം കേട്ടോ. ഇതിലിപ്പോ കുറച്ച് കൊടുത്തിട്ടുള്ളൂ. 63 ടാബ്ലറ്റ്സ് വരെ ഇതിൽ വരാവുന്നതാണ്. 63 എന്ന് പറയുമ്പോൾ ഏതൊക്കെ കളർ കോമ്പിനേഷൻസ് ഇവിടെ വരുന്നുണ്ട്? ഏതൊക്കെ കളർ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്? ബ്ലൂ, green, red, orange, yellow, blue, black, brown, pink. പർപ്പിൾ. യെസ്, ഓക്കെ, കേട്ടോ. അപ്പൊ നമ്മള് എന്താണ് കളർ ടാബ്ലറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ എന്താണ് കളർ സെൻസ് എന്നൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യണം അല്ലെ. പല കളേഴ്സ് കുട്ടികള് തിരിച്ചറിയാനായിട്ട് പഠിക്കുന്നു. അപ്പൊ ഇത് ഏത് ഏരിയയിലായിരിക്കും, ഏത് പ്രാക്ടിക്കൽ സെഷൻ ഏരിയയിലായിരിക്കും ഇത് വരുന്നത്? ഏത് ഏരിയ ആയിരിക്കും? സെൻസോറിയൽ ഏരിയ ആണ് അല്ലെ. ഇത് സെൻസോറിയൽ ഏരിയയിലാണ് അല്ലെ. ഇത് കുട്ടികൾ കണ്ടും ടച്ച് ചെയ്തൊക്കെയാണ് ഇത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് സെൻസോറിയൽ ഏരിയാസിൽ വരുന്ന മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 3 സെറ്റ്സ് ഓഫ് കളർ ബോക്സസ് ആണ് പരിചയപ്പെട്ടത്. ഫസ്റ്റ് വൺ 3 കളേഴ്സ്, സെക്കൻഡ് 11 കളേഴ്സ്, ദെൻ 63 കളർ ടാബ്ലറ്റ്സ്. ഓക്കെ ആണല്ലോ കളറുകള്? മാം ഒരു കാര്യം ചോദിച്ചോട്ടെ. അത് ഫസ്റ്റത്തെ കളർ ബോക്സിൽ 3 കളേഴ്സ്, ആ കളേഴ്സ് തന്നെ സെക്കൻഡ് ബോക്സിലും റിപ്പീറ്റ് വരുന്നില്ലേ? സെക്കൻഡ് ബോക്സില് ഇല്ലല്ലോ, റിപ്പീറ്റ് ഇല്ലല്ലോ. മാം സ്ക്രീനിൽ കാണിച്ച റെഡ് എല്ലാം റിപ്പീറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ മാം. അത് ഷെയ്ഡ് കുറഞ്ഞു വരുന്നുണ്ട് റീജ, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. കളർ അതുപോലെ തന്നെയല്ല, നിങ്ങൾ നോക്കൂ, ഷെയ്ഡ്സ് വ്യത്യാസം തന്നെ ഉണ്ടോ? കളർ അത് തന്നെ പല ഷെയ്ഡ്സിൽ, നമ്മള് ലൈറ്റ് ഡാർക്ക് എന്നൊക്കെ പറയില്ല, അതുപോലെ ഡിഫറൻസ് ആയിട്ട് വരുന്നുണ്ട്. ബേസിക് ആദ്യം പഠിക്കുന്നത് ആ 3 കളേഴ്സ് ആണ്. ആ 3 കളേഴ്സിന്റെ തന്നെ ഡിഫറെന്റ് ഷെയ്ഡ്സുകൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബാക്കി എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ 23-ാം തീയതി വരുന്നില്ലേ? ഓക്കെ, മാം ഫുൾ കളർ ബോക്സിന് ഒരു നെയിം പറഞ്ഞില്ലേ? ഫുൾ കളർ ബോക്സിന് ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നെയിം പറഞ്ഞില്ലല്ലോടോ. ഫുൾ സെറ്റ്, ഫുൾ കളർ ബോക്സ്, ഫുൾ സെറ്റ് അല്ലെങ്കിൽ ടെർഷറി കളേഴ്സ് എന്ന് നമ്മൾ പറയും. 63 ടാബ്ലറ്റ്സ് ഉണ്ടായിരിക്കും അതില്, 63 കളേഴ്സ് കേട്ടോ. 63 കളർ ഷെയ്ഡുകൾ അതില് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അതായത് 9 കളേഴ്സിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ്, അല്ലെങ്കിൽ ഓരോ കളേഴ്സിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ്. നിങ്ങൾ നോക്കി ഓരോ കളേഴ്സ് ഒന്ന് എടുത്ത് നോക്കി, കാണാൻ പറ്റുന്നില്ലേ പിക്ചർ? കണ്ടോ, ഓരോ കളറിനും ഷെയ്ഡ്സിൽ വ്യത്യാസം വരുന്നുണ്ടാവും. ശ്രദ്ധിക്കണം കേട്ടോ. ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കളേഴ്സും. ഇത് ഡാർക്ക് ഗ്രീൻ ആണ്, പിന്നെ കുറച്ചുകൂടി കളർ കുറഞ്ഞു, ദെൻ ഇവിടെ എന്താണ് ഒരു പാരറ്റ് ഗ്രീനിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടോ? യെസ്, ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. 63 ആയിട്ട് അവൈലബിൾ അല്ല. മാം ഇതെങ്ങനെയാ മാം പിള്ളേരെ പഠിപ്പിക്കുക? ഈ ഡാർക്ക് റെഡ് കളർ പഠിക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റ് അല്ലേ പറയാൻ പറ്റില്ല. അതിന്റെ മീഡിയം ലെവലൊക്കെ നമ്മൾ എങ്ങനെയാ പറഞ്ഞു കൊടുക്കും? ഫസ്റ്റ് നമ്മൾ അതായത് ഒരു കളേഴ്സിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഉണ്ടെന്ന് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, അതായത് ഒരു കളറിൽ തന്നെ പല വർണ്ണങ്ങള് പല രീതിയിൽ വരുന്നുണ്ടെന്ന് നമ്മൾ കാണിച്ചാണ് കൊടുക്കേണ്ടത് അല്ലെ. അതായത് റെഡിൽ തന്നെ പല രീതിയിൽ ഷെയ്ഡ്സ് വരുന്നു. ലൈറ്റ് റെഡ് വരുന്നുണ്ട്, ഡാർക്ക് റെഡ് വരുന്നുണ്ട്. പിന്നെ എന്താണ് നമുക്ക് കാണിച്ചു കൊടുക്കുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും ഒരു കളറിൽ തന്നെ വരുന്ന ഡിഫറെന്റ് ഷെയ്ഡുകളാണെന്ന്. ഇപ്പൊ യെല്ലോ തന്നെ അപ്പൊ അവർക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുക, ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞു കൊടുത്ത് എന്താണ് ഓരോ കളർ കഴിയുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ആ രീതിയിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഓക്കെ, പിന്നെ നമ്മൾ 63 കളേഴ്സ് ഒന്നും ശരിക്കും പറഞ്ഞാൽ അവിടെ കൊണ്ട് കാണിക്കുന്നുണ്ടോ? ബേസിക് കളേഴ്സ് ആണ് ബിഗിനേഴ്സിന് കൊടുക്കുന്നത്. ബേസിക് കളേഴ്സ് ആണ് ബിഗിനേഴ്സിന് നമ്മൾ കാണിക്കുന്നത്. പിന്നീടാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഓരോ കളേഴ്സിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും ഡിഫറെന്റ് ഷെയ്ഡുകൾ വരുന്നുണ്ട്. അപ്പൊ ആ ഷെയ്ഡുകൾ എന്തൊക്കെയാണ്? ഓൾറെഡി കുട്ടികൾ ഈ കളേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ പണ്ട് പഠിപ്പിച്ച കുട്ടികളൊന്നല്ല, ഓൾറെഡി കളേഴ്സ് ഷെയ്ഡിനെ കുറിച്ചൊക്കെ നന്നായിട്ട് ധാരണ ഉള്ള കുട്ടികളാണ് എല്ലാവരും തന്നെ. ഓക്കെ, നമ്മളെക്കാൾ കൂടുതൽ അവർ ആദ്യം തന്നെ ഐഡന്റിഫൈ. നമ്മളിവിടെ പ്രാക്ടിക്കൽ സെഷൻ കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ടാണ് ആദ്യം ചെയ്യിപ്പിച്ചത്. വീഡിയോസ് എടുക്കുന്നതിന് കുട്ടി കറക്റ്റ് ആയിട്ട് ചെയ്തു. എന്തുകൊണ്ടാണ്? കുട്ടികൾക്ക് അറിയാം, ഒരുപാട് ഇപ്പൊ വീഡിയോസ് കാണുന്നുണ്ട്, യൂട്യൂബ്സ് അവൈലബിൾ ആണ്, ഓൾറെഡി അവർ സോഷ്യൽ മീഡിയക്കുള്ളിലാണ്. അപ്പൊ കളേഴ്സിനെ പറ്റി അവരെ പഠിപ്പിക്കേണ്ടത് ശരിക്കും നമ്മളെക്കാൾ കൂടുതൽ കളേഴ്സിനെ പറ്റി അവർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ ആ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട കേട്ടോ. മനസ്സിലാവോ ഇത് പറഞ്ഞു കൊടുക്കണോന്നുള്ളത്? ഓക്കെ റീച്ച?
ഓക്കെ മാം. യെസ്. നെക്സ്റ്റ് വീഡിയോ കാണാമോ? വീഡിയോ കാണാലോ? കാണാം മാം. കാണാം. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഫ്രീ റൈറ്റിംഗ് ബോർഡ്. ഇതിന്റെ പേരാണ് എന്ത്? ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ്. ഇതില് ഒരുപാട് കാർഡ്സ് വരുന്നുണ്ട്. കണ്ടോ? 2 സെറ്റ് ഓഫ് കാർഡ്സുകൾ വരുന്നുണ്ട്. നമുക്ക് ഈ ഷേപ്സ് ഒക്കെ കണ്ടിട്ട് എന്തായിട്ട് തോന്നുന്നുണ്ട്? കൊതുകുതിരിയാണെന്നൊക്കെ തോന്നുന്നുണ്ടോ? യെസ്, കൊതുകുതിരിയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഉറുമ്പിനെ വഴികാട്ടാം, ഉറുമ്പിന്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബാലരമയിലൊക്കെ കണ്ടിട്ടില്ലേ? യെസ്, അത് തന്നെ പരിപാടി. പക്ഷെ പിന്നെ പറയുന്ന പേരാണ് എന്ത്? ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ്. അതായത് തരാം, നമ്മൾ സാധാരണ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് കുട്ടികളെ കൊണ്ട് എഴുതിക്കുന്നത്. പക്ഷെ ഇവിടെ സ്റ്റൈലസ് എന്നൊരു മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത്. കണ്ടോ? സ്റ്റൈലസ്. പെൻസിലല്ല, സ്റ്റൈലസ്. പെൻസിലിന്റെ പോലെ ആ റൗണ്ട് ഷേപ്സ് ഒന്നും അല്ലത്. എന്താണ്? സ്റ്റൈലസ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഇനി ഇതാണ് റൈറ്റിംഗ് പാഡ്. കുട്ടികൾ എഴുതുന്ന റൈറ്റിംഗ് പാഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമ്മൾ ഈ റൈറ്റിംഗ് പാഡിനകത്തായിരിക്കണം എന്ത് വെക്കേണ്ടത്? നിങ്ങൾ സെലക്ട് ചെയ്യും. ഏത് വേണമെങ്കിലും അവർക്ക് സെലക്ട് ചെയ്യാം. 2 ബോർഡ്സിലും 2 പാഡിലും ഓരോന്ന് സെലക്ട് ചെയ്ത് വെക്കാം. ടീച്ചർ ഇപ്പൊ ഏതാണ് കുട്ടി എടുത്തെന്ന് വിചാരിക്കാം. അല്ലെ, ഇതൊരു വീടിന്റെ ഷേപ്സ് ആയിട്ടല്ലേ തോന്നുന്നത്? അല്ലേ? ഓക്കെ, അത് അതിലേക്ക് വെച്ചു. ഇങ്ങനെ വെക്കാം കേട്ടോ. നെക്സ്റ്റ് കറക്റ്റ് ആയിട്ട് വെക്കണം. നെക്സ്റ്റ് ഒരു ഷീറ്റ്സ് എടുത്തു, നെക്സ്റ്റ് സെറ്റ് എടുത്തു, വെച്ചു. ഓക്കെ, എന്ത് ചെയ്യും കുട്ടികള്? ഫ്രീ റൈറ്റിംഗ് ആണ്. ഫ്രീ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതേ ഷേപ്പിലുള്ള അതിന്റെ മുകളിൽ തന്നെ 1 second റൈറ്റ്. മോട്ടോ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ഈ ഇവിടെയുള്ള ചെറിയ മസിൽസിന്റെ ഒക്കെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടാണ്, ഈ ചെറിയ ഫിംഗേഴ്സിന്റെ ഡെവലപ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവരെ കൊണ്ടത് നമ്മൾ കൈകൾ പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന്. 2 ഫിംഗേഴ്സ് ഉപയോഗിക്കും. ചില കുട്ടികൾ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോൾ അത് ചെയ്യിപ്പിക്കരുത്. അങ്ങനെ അത് ചെയ്തോട്ടെ. കറക്റ്റ് ആയിട്ട് ഈ 3 വിരലുകൾ പിടിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുക. കണ്ടോ? ഇത് വളരെ രസകരമായിട്ട് അവർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്. അങ്ങനെ നമ്മള് ഓരോ ഷേപ്സ് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കും. ഇത് ട്രീ ആണ്, ക്രിസ്മസ് ട്രീയുടെ പോലെ. കണ്ടോ? കാണുന്നില്ലേ? കാണുന്നുണ്ട് മാം. അവരത് ചെയ്തോളൂ. നമ്മളൊന്ന് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കുക, കുട്ടികൾ അത് ചെയ്തോളൂ. എന്താണിത്? ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ്. കാണാൻ പറ്റുന്നില്ലേ സഫീറയ്ക്ക്? എല്ലാവർക്കും അതെങ്ങനെ തന്നെയാണോ? അല്ലമ്മ, ഞങ്ങൾക്ക് കാണാം. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മാം. പല ഷേപ്സ് വരുന്നുണ്ട്. കണ്ടോ? ട്രയാങ്കിൾ വരുന്നുണ്ട്, ലീഫ് വരുന്നുണ്ട്. എനക്ക് മാമിനെ കാണുന്നില്ല. അല്ല, എന്നെ കാണണ്ട, മെറ്റീരിയൽ കണ്ടാ മതി. അല്ല, മെറ്റീരിയലും കാണുന്നില്ല. എനിക്ക് സ്ക്രീനിലുള്ള കളർ ടാബ്ലറ്റ് മാത്രമേ കാണുന്നുള്ളൂ. സ്ക്രീൻ കാണിക്കുന്നത് കാണുന്നില്ലേ? എനിക്ക് കാണാൻ പറ്റുന്നില്ല മാം. അതെ, റേഞ്ച് ഇല്ലായിട്ടാ. റേഞ്ച് ഉള്ളോടത്തിരിക്കണേ. മാം, ആ എഴുതുന്ന സാധനം പെൻസിൽ പോലെയാണോ? അത് തെളിയോ? പെൻസിൽ അല്ല, സ്റ്റൈലസ്. ഇതിന്റെ പേരാണ് സ്റ്റൈലസ് എന്ന് പറയുന്നത്. അത് വുഡിന്റെ ഒരു കഷ്ണാവൂല്ലേ? ഇതൊരു വുഡ് പോലത്തെ ഷേപ്പ് ആണ്. നിങ്ങൾ നോക്കിയേ. കണ്ടോ? കണ്ടോ? ഒരു സ്പൂൺ പോലെ, നമ്മുടെ ഒരു കീ പോലെ തോന്നുന്നില്ലേ? കീ ഇപ്പൊ കാണുന്നില്ല. കീ പോലെ ഉണ്ട് മാം. ഇതിന്റെ പേരെന്താണ്? ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ്. ഫ്രീ റൈറ്റിംഗ് ബോർഡ്സിന്റെ പാഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പാഡിൽ വെച്ചിട്ട് വേണം നമ്മൾ കുട്ടികളെ കൊണ്ട് സ്റ്റൈലസ് ഉപയോഗിച്ചിട്ട് എഴുതിപ്പിക്കേണ്ടത് കേട്ടോ. ഓക്കെ, കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് പോയാൽ മതിയോ? മിക്കതും നിങ്ങൾ കുട്ടികളെ കൊണ്ട് തന്നെ ആ ബോർഡ്സിലേക്ക് അത് എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓരോ സെറ്റ്സും മാം, ഇത് പേപ്പറിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല? പേപ്പർ വെച്ച് ചെയ്യാലോ. പേപ്പർ ഒരു കബോർഡ്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഷേപ്സ് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. നിങ്ങളോട് ഉണ്ടാക്കാൻ പറഞ്ഞ മെറ്റീരിയൽ മാത്രം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഓക്കെ മാം. ചെയ്താൽ മതി. ഓക്കെ,
റൈറ്റും ബോർഡ് ഓക്കെ അല്ലേ? ഓക്കെ മാം. നെക്സ്റ്റ് ഞാൻ ഇതൊക്കെ ഇരുന്ന് കാണിക്കാം. നെക്സ്റ്റ് കാണിക്കാം. ഇത് കണ്ടോ? കാണാമോ? ഇതും കൂടി കഴിഞ്ഞിട്ട് ടീച്ചർ ഇരുന്ന് കാണിക്കാം. കാണാമോ ഇത്? യെസ് മാം. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. എന്താണ് സംഭവം? ഇതെന്താ സംഭവം? ഓരോ ഷേപ്പിനനുസരിച്ച് കണ്ടിട്ട് എന്ത് തോന്നുന്നു? പലതരത്തിലുള്ള ഷേപ്സ്. പലതരത്തിലുള്ള ഷേപ്സ്. വെരി ഗുഡ്. ഇതിന്റെ പേരാണ് എന്താണ്? These are round stairs. ഇതിന്റെ പേരെന്താണ്? റൗണ്ട് സ്റ്റെയർ. എന്താണ് സ്റ്റെയർ എന്ന് പറയുന്നത്? സ്റ്റെയർ എന്താണ്? സ്റ്റെപ്പ്. ബിഗ് സ്മോൾ സ്റ്റെയർ എന്താണ്? സ്റ്റെയർ എന്താ സാധനം? എന്താ സ്റ്റെയർ? പടികൾ സ്റ്റെപ്പ് പടികൾ. സെറ്റ് ചെയ്ത് നോക്കാം. കാണുന്നുണ്ടോ? കാണുന്നുണ്ട് മാം. കാണാം മാം. ക്യാമറ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓരോന്നും എന്താണ് ചെയ്യുന്നത്. കണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ? ഇതാണ് റൗണ്ട് സ്റ്റെയർ എന്ന് പറയുന്നത്. ഇതിലൂടെ കുട്ടികൾ എന്ത് കോൺസെപ്റ്റ് ആണ് പഠിക്കുന്നത്? ബിഗ് സ്മോൾ സ്മോള് പഠിക്കുന്നത്. സ്റ്റെയർ എന്നൊരു കോൺസെപ്റ്റ് പഠിക്കല്ലേ അല്ലെ? സ്റ്റെപ്സ്, പടികൾ, വിഞ്ചസ് എന്ന കോൺസെപ്റ്റ് കുട്ടികൾ പഠിക്കുന്നു. ഇത് എന്ത് കളറാണ്? എന്ത് കളറാണ്? ബ്രൗൺ കളറാണ്. അതുകൊണ്ട് തന്നെയാണ് റൗണ്ട് സ്റ്റെയർസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇത് എന്ത് ഷേപ്സ് ആണ്? ഈ ഒരു ഷേപ്പ് എന്താണിത്? ഇത് ഷേപ്പാണ് റെക്ടാങ്കിൾ അല്ല, ക്യൂബോയിഡ് ഷേപ്സ് എന്ന് പറയുന്ന പേരാണ് നമ്മള് ക്യൂബോയിഡ് ഷേപ്പ്. ശ്രദ്ധിക്കുക, ക്യൂബോയിഡ് ഷേപ്പ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഇത് 13 സ്റ്റെയറുകളുണ്ട്. 13 സ്റ്റെയർസ്. ഓക്കെ, ഇനി നോക്കാം നമുക്ക് 1 2 എണ്ണ ഒപ്പം നിൽക്കുള്ളൂ. 1 1 2 2 3 3 4 5 6 6 7 8 9 10. പറയുന്നല്ലോ. ഇതെന്താണ്? അമൃത പച്ചി മ്യൂട്ട് ചെയ്തേ അമൃത. ഇതെന്താണ് അപ്പോ? ഇതാണ് നമ്മൾ എറർ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. എറർ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 11ാമത്തെ സ്റ്റെയർ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളിത് കുട്ടികൾക്ക് ഇതേപോലെ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയായിരിക്കും ഡിസ്ലൊക്കേറ്റ് ചെയ്തായിരിക്കും കൊടുക്കുന്നത് അല്ലെ? ഡിസ്ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കും. കുട്ടികൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് വെക്കട്ടെ. മെഷർ ചെയ്ത് വെക്കണമെങ്കിൽ കുട്ടികൾ ആദ്യം ഏത് മെഷർമെന്റ് ആയിരിക്കും എടുക്കുന്നത്? ആദ്യം ഏതായിരിക്കും കറക്റ്റ് മെഷർമെന്റിൽ നോക്കുന്നത്? ഫസ്റ്റ് വൺ ആയിരിക്കും അല്ലെ? ഫസ്റ്റ് വൺ ആയിരിക്കും. ഓക്കെ, എന്താണ് അവർ ഇതിങ്ങനെ വെച്ച് നോക്കും. കണ്ടോ? ഇങ്ങനെ വെച്ച് നോക്കും. നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കുന്നോട്ട് വന്നിട്ടായി അതൊക്കെ വെക്കുള്ളൂ. ഞാൻ ഇത് വെച്ചു. നെക്സ്റ്റ് ഏതാണ് നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഹൈറ്റ് നോക്കണം കേട്ടോ. കറക്റ്റ് ആണ്. ഇത് കറക്റ്റ് ആണോ? ഇതാണോ വേണ്ടത്? വെച്ചത് wrong ആണ്. വെച്ചത് റോങ് ആണ്. കൺട്രോൾ ചെയ്യണം. കറക്റ്റ് അല്ല അല്ലേ? ഷേപ്സിലൊക്കെ ഉയരത്തിൽ വ്യത്യാസം വരുന്നുണ്ട് നന്നായിട്ട്. കാണാമോ? ഇത് കറക്റ്റ് ആണോ ഇരിക്കുന്നത്?
ഇല്ല ഈ താഴത്തെ അത് ചോദിക്കണ്ട. ഏറ്റവും താഴത്തെ സെക്കൻഡ് വൺ. സെക്കൻഡ് വണ്ണിൽ വ്യത്യാസം ഉണ്ടോ? ആ യെസ് മാം. എവിടെയാണ് വ്യത്യാസം? മാം തേർഡ് വണ്ണിൽ വ്യത്യാസമുണ്ട് മാം. ആ മേലെ മിസ് വെക്കുന്ന മേലെ ടോപ്പിൽ ഒന്ന് നോക്കി. അതെ അതിന്റെ മുകളില്. ആ അതന്നെ. ഇതിന് വ്യത്യാസം ഉണ്ടോ? അതൊന്നും ശരിയില്ല. വ്യത്യാസം ഉണ്ടോ? നോക്കി. ഇപ്പോഴും ഉണ്ട് മാം. അത് നേരെ പ്രോപ്പർ ആയിട്ട് നിക്കാത്തോണ്ടല്ലേ തോന്നുന്നതല്ലേ? പ്രോപ്പർ ആയിട്ട് നിൽക്കാത്തതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ മാറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ മാറ്റ് അവിടെ ചുരുങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അല്ലാതെ അത് കറക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്, അത് കാണാൻ പറ്റത്തില്ല. കാണാമോ? ആ ഓക്കെ മാം. യെസ്. അപ്പൊ ഇതിന്റെ ഷേപ്പ് എന്താണ്? ക്യൂബോയിഡ്. ക്യൂബോയിഡ്. Ma'am, സെയിം ഹൈറ്റും ഡിഫറെന്റ് വിഡ്ത്തും ആണോ? സെയിം ഹൈറ്റ്സും ഡിഫറെന്റ് വിഡ്ത്തും ആണ് ഇതിൽ വരുന്നത്. പിന്നെ കുട്ടികളുടെ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന കോൺസെപ്റ്റ് എന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് എന്താണ്? സ്റ്റെയർ എന്ന കോൺസെപ്റ്റ് ആണ് അവർ പഠിക്കുന്നത് അല്ലെ. സ്റ്റെയർ എന്ന പട്ടികൾ എന്ന കോൺസെപ്റ്റ് ആണ് മെയിൻ ആയിട്ട് അവർ പഠിക്കുന്നത്. ഇനി നമുക്ക് കാണുമ്പോൾ വലിയ ഭാരമുള്ള ഫീൽ ചെയ്യുന്നുണ്ടോ ഇത്? അല്ലെ, യെസ് മാം, ഫീൽ ചെയ്യുന്നുണ്ട്. ഭാരമില്ല, സിമ്പിൾ ആണ്, കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും വെയിറ്റ് ഇതിനേ ഉള്ളൂ കേട്ടോ. ഇതാണ് ബ്രോഡ് ഷേപ്സ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇത് മരത്തിന്റെ എക്യുപ്മെന്റ് ആണോ മാം? മരമാണോ? ഫുഡാണ്. ഗ്രൗണ്ട് സ്കെയിൽ ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ മാം. ഇനി നമ്മൾ ഓരോ മെറ്റീരിയൽസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് എടുത്തു വെക്കുന്നത് വരെ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ എടുത്ത് മാറ്റാം കേട്ടോ. ഓക്കെ. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. മാം ലാസ്റ്റ് എടുത്ത പീസ് അതിന്റെ ലാസ്റ്റ് ബേസ് സാധനവും മാം കേൾക്കുന്നുണ്ടോ? ആ മാം ലാസ്റ്റ് എടുത്തൊരു പീസില്ലേ, അത് അതിന്റെ ബേസും ഏറ്റവും ലാസ്റ്റ് പീസും ആണ്, പിന്നെ അതിന്റെ ഡിഫറൻസും ആണല്ലേ മാം? നമ്മൾ അത് ആ പീസ് വെച്ചിട്ടല്ലേ മറ്റേതിന്റെ ഡിഫറൻസ് കാണിച്ചു കൊടുക്കുക? ഡിഫറൻസ് കാണിക്കുന്നത് ആദ്യം വെക്കുമ്പോൾ നമ്മൾ ടോപ്പിൽ വെക്കുന്ന ചെയർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. വീഡിയോയില് കാണുന്ന പോലെ അല്ല. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിങ്ക് ടവേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? പിങ്ക് ടവർ കേട്ടിട്ടുണ്ട് മാം. കേട്ടിട്ടുണ്ട്. നോവൽ സിലിണ്ടേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ആ യെസ് മാം. സൗണ്ട് സിലിണ്ടേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? സൗണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട് മാം. ഉണ്ട്. ഞാൻ കേട്ടിട്ടില്ല മാം. ഞാൻ കേട്ടിട്ടില്ല. പെട്ടെന്നല്ല ഇൻഫോർമേഷൻ വന്നത് പ്രാക്ടിക്കൽ ആണെന്ന്. യെസ് മാം. ഇതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും. കാണാമോ? കാണാൻ പറ്റുന്നില്ല മാം. കാണാം കാണാം. ഒക്കെ കാണാം മാമിനെ. കാണാലോ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. മെറ്റീരിയൽ കാണുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. കാണാം. ഓക്കെ, ബാക്കി അവിടെ ഇരിക്കട്ടെ. വാട്ട് ഈസ് ദിസ്? കണ്ടോ, ഇത് നിങ്ങളെ പോലെ കുറെ പേര് പ്രാക്ടിക്കൽസിന് വന്ന് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പൊ മെറ്റീരിയൽസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് ഉപയോഗിക്കണം കേട്ടോ. ഓക്കെ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് പിങ്ക് ടവർ. പിങ്ക് ടവർ. ടവർ. മാം ഒരു പിങ്ക് ടവറിന്റെ 4 സൈഡും ഒരുപോലെ വരണ്ടേ മിസ്സേ? ഹൈറ്റും വിത്തും
ഒരു മിനിറ്റ്. കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ മാം? ടോപ്പിൽ ചിലപ്പോ കാണാൻ പറ്റുന്നതല്ല കേട്ടോ. എനിക്ക് ഇരുന്ന് കാണിക്കുന്നുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിന്റെ ഒരു സാധനം മിസ്സിംഗ് ആണ്. ഒരെണ്ണം കൂടി ഉണ്ട്, അത് മിസ്സിംഗ് ആണ്. അത് ആരോ അടിച്ചുകൊണ്ട് പോയി. ഓക്കെ, ഇതാണ് എന്ത് പിങ്ക് ടവർ എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നത്? വലുതും ചെറുതും പിന്നെ ഡിസൈനിങ് കോഡ്. ഇത് എന്ത് ഷേപ്പാണ്? എന്ത് ഷേപ്പാണിത്? ക്യൂബ് സൈസ് ആയിരിക്കുന്നല്ലേ പറഞ്ഞത്? നമ്മൾ അങ്ങനെയാ ഉണ്ടാക്കിയത്. ഇതെന്ത് ഷേപ്സ് ആണ്? ക്യൂബ്സ് അല്ലേ? ഇതിന്റെ നീളവും വീതിയും സെയിം അല്ലല്ലോ മിസ്? വ്യത്യാസമുണ്ട്. നിങ്ങൾ എങ്ങനെയാ ഉണ്ടാക്കിയത്? നമ്മൾ ഉണ്ടാക്കിയത് ക്യൂബാണ് മാം. ഇത് കാണുമ്പോ ക്യൂബ് അല്ലാത്ത പോലെയാണ്. ഷേപ്സ് ആണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ആയിക്കോട്ടെ, ക്യൂബ് ഷേപ്പ് ആണ്. എത്ര സെന്റിമീറ്ററിലാണ് നിങ്ങൾ അത് എടുത്തത്? From 1 20, centimeter to 10 centimeter. നല്ല ഷേപ്സ് ആണോ? ഒരു പ്രശ്നമില്ല, പല മാം ഏറ്റവും ചെറുത് 1 സെന്റിമീറ്റർ, പിന്നെ അതിന്റെ ഏറ്റവും ടോപ്പ് ഉള്ളത് അങ്ങനെ 10 സെന്റിമീറ്റർ താഴെ നിന്നിട്ടുണ്ട്. താഴെയുള്ളത് ഏതാണ്? 10 സെന്റിമീറ്റർ അല്ലേ? 10 സെന്റിമീറ്റർ. അങ്ങനെ തന്നെ ഒരു വിഷയമില്ല, ഒരു പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. ആരും മിക്സ് ചെയ്യണമെന്ന് നമ്മൾ ആരും നിർബന്ധം പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി ഇതിന്റെ കളർ എന്താണ്? കളർ എന്താണ്? പിങ്ക് കളറാണ്. ദാറ്റ് ഈസ് പിങ്ക് ടവർ. കുട്ടികളെ ഇത് കാണുമ്പോൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഇത് കളറാണ്. കളറാണ് പഠിക്കുന്നത്. ഓക്കെ, യെസ്. വേറെ എന്തൊക്കെ പഠിക്കാൻ പറ്റും ഇതിൽ നിന്ന് നമുക്ക് കുട്ടിക്ക്? പിള്ളേരെ കൊണ്ട് അത് ഓരോ ക്യൂബ് പഠിക്കാം അല്ലെ? അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ പഠിക്കാം. ഒരു കളർ പഠിക്കുന്നുണ്ട്. സൈസ് പഠിക്കാൻ പറ്റുമോ കുട്ടികൾക്ക് ഇതില്? പഠിക്കാൻ പറ്റും. പഠിക്കാൻ പറ്റോ? ഷേപ്സ് പഠിക്കാൻ പറ്റോ? ഷേപ്സ് ഷേപ്പാണ്. പഠിക്കാൻ പറ്റും. ക്യൂബ് ഷേപ്സ് ആണ് അല്ലെ? ഇതിൽ എത്ര വശങ്ങൾ വരുന്നുണ്ട്? എത്ര സൈഡ്സ് വരുന്നുണ്ട്? 4 ഷേപ്പാണ്. 4ആണോ 6ആണോ തീരുമാനിച്ചേ? 6. 6 വശങ്ങൾ ഉണ്ടെന്ന് കുട്ടികള്. അത് ഫസ്റ്റ് കോൺസെപ്റ്റിലല്ല നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഓരോ ടീച്ചേഴ്സ് പറഞ്ഞതിന് ശേഷമാണ് 4 സൈഡ്സ്. എന്നിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ട് എണ്ണിപ്പിച്ച് നോക്കാം, കൗണ്ട് ചെയ്ത് നോക്കാം എത്ര സൈഡ്സ് ഇടുന്ന നമുക്ക് കൗണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, അങ്ങനെ ഓരോ കളേഴ്സും അല്ലെങ്കിൽ ഓരോ ഷേപ്സ് കൊടുത്തിട്ട് അവരെ കൊണ്ട് അത് കൗണ്ട് ചെയ്യാം. എങ്ങനെ കൗണ്ട് ചെയ്താൽ എത്ര വരും? എത്ര സൈഡ്സ് വരും? ഇപ്പൊ കളർ എന്ന കോൺസെപ്റ്റ് പഠിക്കുന്നു. പിങ്ക് എന്ന കളറാണ് മോണ്ടിസോറിയിൽ ഏറ്റവും കൂടുതൽ. പിങ്ക് എന്ന കളർ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ ആയതുകൊണ്ടാണ് നമ്മൾ ഇത് പിങ്ക് ടവറിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ കളർ പഠിക്കുന്നു, ഷേപ്സ് പഠിക്കുന്നു, ഡിസെൻഡിങ് അസെൻഡിങ് ഓർഡർ പഠിക്കുന്നു. ഓക്കെ, ദെൻ ഏറ്റവും പഠിക്കേണ്ട വേറൊരു കാര്യം എന്താണ്? ഓൾറെഡി ഇത് എന്ത് ഷേപ്പാണ്? ടവർ അല്ലേ? ടവർ ഷേപ്സ് ആണ് അല്ലെ? ടവർ ഷേപ്സ്. ടവർ പഠിക്കാൻ കുട്ടികൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ചോദിച്ചു വെക്കാൻ മതി. പുറത്തു പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, ഉണ്ടാകും അല്ലെ? ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പം ചില കുട്ടികൾ ഇത് ഫ്ലാറ്റ് പോലെ ഇരിക്കുന്നൊക്കെ പറയും. ഫ്ലാറ്റ് ഷേപ്പ് ഇങ്ങനെയാണ്. ഇപ്പൊ ഫ്ലാറ്റ് ഒക്കെ ഇതേപോലെയൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ അവര് കണ്ടിട്ടുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. പല ഷേപ്സും വേണമെങ്കിൽ അവർ കണ്ടിട്ടുണ്ടെന്ന് നേരെ പറയുകയും ചെയ്യും. ഓക്കെ, എന്തായിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ? പിങ്ക് ടവർ ഓക്കെ ആണ് മാം. ഓക്കെ, ഇനി അവരുടെ മുമ്പിൽ വെച്ചിട്ട് മാറ്റുമ്പോ കൃത്യമായിട്ട് അതിന്റെ ബോക്സിലേക്ക് തന്നെ എടുത്ത് മാറ്റണം കേട്ടോ. ഇവിടെ എടുത്ത സാധനം എടുത്തോണ്ട് തന്നെ വെക്കണം. ഓക്കെ, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് മാറ്റിക്കോളാം. നെക്സ്റ്റ് what is this? Cylinders ആണ്. എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ല മാം. ഇല്ല മാം. എങ്ങനെ കേൾക്കും? നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? എങ്ങനെ എഴുതാനാ? ഓക്കെ, ഇത് ശബ്ദം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഇതെന്താണ്? ഇത് കാണുന്നുണ്ടോ? ബീറ്റ്സ്.
നമ്മൾ ഓരോ പ്രാക്ടീസ് സെഷൻസ് കഴിയില്ലേ, കഴിയുന്ന സമയത്ത് പല കളേഴ്സും പല സാധനങ്ങളൊക്കെ നമുക്ക് മിസ്സായി പോകും. ഓക്കെ, കേൾക്കാമോ? കേൾക്കാം മാം. കേൾക്കാം. അപ്പൊ നിങ്ങൾക്ക് ചെവി കേൾക്കാം അല്ലേ? അല്ലേ, ചെവി കേൾക്കാം. യെസ്. അപ്പൊ ഇത് എന്തിനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? ഇത് ഏത് ഏരിയ ആയിരിക്കും? സെൻസോറിയൽ ഏരിയയിൽ വരുന്നത്. ഏത് സെൻസ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? ഇയർ, സൗണ്ട് മനസ്സിലാക്കാൻ. സൗണ്ട് മനസ്സിലാക്കാൻ മാത്രമാണോ? ശ്രദ്ധിക്കാം മാം, ലിസൺ ചെയ്യാം. ലിസ്റ്റണേ, ഹിയറിംഗ് എംബോസ്മെന്റ് പ്രശ്നമുണ്ടോന്ന് കേൾക്കാന്നല്ല ആദ്യം അറിയേണ്ടത് അല്ലേ? ഏത് കേൾക്കുന്നുണ്ടോന്ന് നമുക്ക് ചെക്ക് ചെയ്യണ്ടേ? ഓക്കെ, നമ്മൾ ആദ്യം ഒരു ബീറ്റ്സ് ഇട്ട് കൊടുത്തു. ഒരു ബീറ്റ്സ് ചിലപ്പോൾ ശബ്ദം ഉണ്ടാവില്ല. ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള കുട്ടികളാണെങ്കിൽ ഒരു ബീറ്റ്സിലുള്ള ശബ്ദം തിരിച്ചറിയില്ല. ഓക്കെ, ദെൻ നമ്മള് എണ്ണം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ നമ്പേഴ്സ് കൂട്ടിയുള്ള ബീറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് കേൾക്കത്തിൽ വ്യത്യാസം വരുമോ? സൗണ്ട് വ്യത്യാസം വരും അല്ലെ? സൗണ്ട് കുറച്ചുകൂടി എന്താണ് കൂടും. സിലിണ്ടറിനകത്ത് കിടന്ന ശബ്ദം കൂടുന്നു. അപ്പൊ എന്താണ് കുട്ടി അതിന്റെ അകത്ത് എന്താണ് ഇത് നമ്മൾ ഇതിന്റെ പേരെന്താണ് പറഞ്ഞത്? സൗണ്ട് സിലിണ്ടേഴ്സ് അല്ലെ? സൗണ്ട് സിലിണ്ടേഴ്സ് ആണ്. നമുക്കിത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതിപ്പോ ഏത് കളറാണ്? ഇതിന്റെ നോബിൾ ഏത് കളറാണ്? ഗ്രീൻ, ഗ്രീൻ കളറാണ്. ഓക്കെ, ഇതിന്റെ നമ്മളൊരു 6 ഷേപ്സ് വരുന്നുണ്ട് കേട്ടോ. 6 ഷേപ്സിൽ ഇതിങ്ങനെ വരും. ഓക്കെ, നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് മാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മാം, നമ്മൾ ഈ മറ്റേ നെക്സ്റ്റ് വൈവയ്ക്ക് വരുമ്പോ നമ്മൾ ഇത് ഉണ്ടാക്കി കാണിക്കണോ? നമ്മുടെ ഇതുണ്ടെങ്കിൽ? വേണ്ട വേണ്ട വേണ്ട. ഓക്കെ മാം. നോക്കൂ, എന്താ കളറാണിത്? അപ്പൊ നമ്മൾക്ക് സൗണ്ട് സിലേറ്റേഴ്സ് 2 കളേഴ്സിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 2 കളേഴ്സ് കൂടി അവിടെ കുട്ടികൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെ? ഗ്രീനും റെഡ് എന്ന കളർ കൂടി അവിടെ പഠിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് കൃത്യമായിട്ട് നമ്മള് ഈ സിലിണ്ടേഴ്സ് ഉപയോഗിക്കുന്നത് വഴി ക്ലിയർ ആയിട്ട് ആ സൗണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ? ചില കുട്ടികൾ കറക്റ്റ് ആയിട്ട് പറയും ബീറ്റ്സ് ആണ് അതിനകത്ത്. നമുക്ക് ചോദിക്കാം അതിനകത്ത് എന്തായിരിക്കും ആ ശബ്ദം വരാനുള്ള കാരണം. ചില കുട്ടികൾ കറക്റ്റ് ആയിട്ട് പറയും ബീറ്റ്സ് ആണ്, ചിലർക്ക് അറിയാൻ പറ്റില്ല. അതിനകത്ത് എന്തോ ഉണ്ടെന്ന് കുട്ടികൾ തിരിച്ചറിയും. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം? അവർക്കത് കാണിച്ചു കൊടുക്കുക. അതായത് ഉണ്ടോ ഈ ബീറ്റ്സ് കയ്യിലേക്ക് എടുത്ത് കാണിച്ചു കൊടുക്കുക. അത്യാവശ്യം വലിയ മുത്തുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ല കേട്ടോ. കാരണം കുട്ടികൾ അത് ഞാനും വായിലെടുത്തിട്ടോ അല്ലെങ്കിൽ അവരറിയാലോ, സ്വഭാവം അറിയാലോ എങ്ങനെയാണെന്നാണ്. ദെൻ അവരെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്തേക്ക് ഓരോന്ന് ഇടിപ്പിക്കുക. ഇത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്നതിന് ബട്ടൺ ആണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് നോബിൾ ആണ് കേട്ടോ. അത് ഇങ്ങനെ അടയ്ക്കേണ്ടത് കൃത്യമായിട്ട് ഇങ്ങനെ മാത്രം പിടിച്ചാൽ മതിയോ? പിടിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഈ തള്ളവിരൽ എവിടെയാണ് വരേണ്ടത്? താഴെ, ചെറുവിരല് മുകളിൽ. പക്ഷെ കുട്ടികളുടെ കൈ ഇത്ര എത്തോ? അതാ ഞാൻ ആലോചിച്ചത്. എത്തില്ല. നമ്മൾ അതിങ്ങനെ കാണിച്ചു കൊടുക്കും. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യണം? ഒന്നിലെ കുട്ടികളെ 2 കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യാൻ പറയാം അല്ലെ? ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്താണ് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ലേ കുട്ടികൾക്ക്? പറ്റും. 2 സൈഡിലും കേൾക്കാൻ പറ്റും. സൗണ്ട് സിലിണ്ടേഴ്സ്. ഇപ്പൊ ബീറ്റ്സ് മാത്രമല്ല, കിളിക്കാൻ പറ്റുന്ന എന്ത് സാധനം ഇതിലിട്ട് കിളിക്കാം കേട്ടോ. എടുക്കാൻ പറ്റണം നമുക്ക്. അകത്തേക്ക് ഇടാൻ പറ്റണം, പുറത്തേക്ക് എടുക്കാനും പറ്റണം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ. ഇതെന്താ? എന്തോ ഒരു സിലിണ്ടർ ആണ്. നോബൽ സിലിണ്ടർ. അത് മാം അപർണ മാം കാണിച്ചു തന്നായിരുന്നു. കാണിച്ചു തന്നായിരുന്നോ? ഇല്ല, ഇങ്ങനെയല്ല. സിസ്റ്റത്തിൽ കാണിച്ചു തന്നു. സിസ്റ്റത്തില് റിയൽ ആയിട്ട് ഇപ്പോഴാണ് കാണുന്നത്. ഇത് എന്തിനു വേണ്ടിയാ നമ്മൾ പഠിക്കുന്നത്? കറക്റ്റ് സൈസിൽ അവരിങ്ങനെ ഇടാൻ വേണ്ടിട്ടല്ലേ? കറക്റ്റ് സൈസിൽ ഇടാൻ വേണ്ടിട്ട്. These are noble cylinders. 4 types of noble cylinders are. ഇതൊക്കെയാണ് അത്. ഇതിൽ എന്തൊക്കെ വ്യത്യാസം വരും? ഹൈറ്റ് വ്യത്യാസം വരും, അതേപോലെ വിഡ്ത്തിലും വ്യത്യാസം വരും അല്ലേ? 4 സെറ്റ് ആണ്. നമുക്ക് ആദ്യത്തേത് നോക്കാം. ഇത് കണ്ടോ? ഇതിൽ ഓരോന്നിൽ ഓരോ ഹോൾസുകൾ ഉണ്ട്. കാണാമോ നിങ്ങൾക്ക്? കണ്ടോ?
നിങ്ങൾക്കിത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? സിലിണ്ടറിന്റെ ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്, അത് ഇട്ട് എടുക്കുന്ന ഹോളിലും വ്യത്യാസമുണ്ട്. ഹോളൊക്കെ അല്ല, അതിങ്ങനെ നോക്കിയേ നിങ്ങള്. ഓരോ സിലിണ്ടറിനും ഓരോ വ്യത്യാസങ്ങളുണ്ട്. ഹൈറ്റ് കൂടിയതാണ് ഫസ്റ്റ്, പിന്നെ Height ലാസ്റ്റ് ന് ഹൈറ്റ് വ്യത്യാസമുണ്ട്. കുറവ്, വിഡ്ത്ത് ഒന്ന് ഹൈറ്റ് കൂടിയതും ഒന്ന് ഹൈറ്റ് കുറഞ്ഞതും. തിരിക്കുന്നില്ല ടീച്ചർ, ഇതിവിടെ വെക്കുകയാണ് കേട്ടോ, തിരിക്കുന്നില്ല. ഓക്കെ, ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇതിന്റെ ഹൈറ്റ് ഷേപ്പിന്റെ കൂടിയതും വിഡ്ത്ത് കുറഞ്ഞതായിരിക്കും ആദ്യം, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വിഡ്ത്ത് കൂടിയതും height പറയുന്നത് കുറഞ്ഞതും. ശരിയാണോ നോക്കിയേ? ഹൈറ്റ് ഇൻക്രീസ് വിത്ത് ആൾസോ ഇൻക്രീസ്, ശരിയാണോ? ഹൈറ്റ് ഇൻക്രീസ് വിത്ത് ആൾസോ ഇൻക്രീസ്, അങ്ങനെയാണോ? Yes, ma'am. ആണോ? ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വിടുത്ത് കുറയുന്നു മാം. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വിത്ത് കുറയാണോ തോന്നുന്നത്? ഇത് Height- പറഞ്ഞ എന്താ? ഹൈറ്റ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഹൈറ്റ് ഡിഗ്രീസ് വിത്ത് ഇൻക്രീസ്, അങ്ങനെയാണോ തോന്നുന്നത്? ഹൈറ്റ് കുറയുന്നു വിത്ത് കൂടുന്നു, അങ്ങനെയാണോ? അങ്ങനെയാണ്. അങ്ങനെയാണ് മാം അങ്ങനെയാണ്. തോന്നുന്നത്. അങ്ങനെയാണ്. ma'am തോന്നുന്നത്. Then, ഇത് നമ്മൾ എന്തിനു വേണ്ടിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായത് നമ്മൾ അവരെ കൊണ്ട് ഇത് എടുപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ഇതൊക്കെ ഈ നോബിൾസുമെയാണ് ടച്ച് ചെയ്യേണ്ടത് അല്ലെ? നമ്മളുടെ 3 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ 3 ഫിംഗേഴ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 3 ഫിംഗേഴ്സ് അവിടെ ടച്ച് ചെയ്യണം ഈ നോബിളില് കേട്ടോ, ഈ നോബിള് ടച്ച് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ഇവിടുത്തെ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട് കുട്ടികളുടെ. ഓക്കെ, ദെൻ അത് ഓരോന്ന് എടുക്കുക. ഫസ്റ്റ് ഇപ്പൊ ചിലപ്പോ നമ്മളിത് ഡിസ്ലൊക്കേറ്റഡ് ആയിട്ട് കൊടുക്കുക, അവർ അറേഞ്ച് ചെയ്യണം. അവർ ചിലപ്പോ ആദ്യം ഇതിൽ വെക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല. പിന്നെ എന്താണ്, ഓരോന്നിൽ വെച്ച് നോക്കി ലാസ്റ്റ് ഇവിടെ വെക്കുമായിരിക്കും. ഓക്കെ, കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യും. ഓക്കെ, പക്ഷെ എന്താണ്, കറക്റ്റ് ഓർഡറിൽ അവർ വെക്കണം. കറക്റ്റ് ഓർഡറിൽ വെക്കണമെങ്കിൽ എന്താണ്, ആദ്യം ഇതാണ്, ഇങ്ങനെയാണോ 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 വെക്കേണ്ടത്? എങ്ങനെയായിരിക്കണം വെക്കേണ്ടത്? ഇത് ഇവിടെ ഹൈറ്റ് കൂടിയാണോ വരുന്നത് വിഡ്ത്ത് കൂടിയാണോ വരുന്നത്? ഹൈറ്റ് കൂടിയത്. അപ്പൊ ഞാനിതിങ്ങ് തിരിച്ചു വെച്ചാലോ? ഹൈറ്റ് കുറവ് ഹൈറ്റ് കുറഞ്ഞത്. ആണോ? ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചാ നിങ്ങള്. എനിക്ക് ഹൈറ്റ് സെയിം ആയിട്ട് തോന്നുന്നുണ്ടോ? നിന്റെ കോപ്പാണോ അറിയില്ല. സെയിം ആണോ? ഇവിടെ നോക്കിയത് ഇതൊക്കെ ഹൈറ്റ് സെയിം ആണോ? ആണോ? അല്ലല്ലോ. അങ്ങനെ എടുക്കുമ്പോ അല്ല. അല്ല. പിന്നെ സെയിം ആണ് മിസ്. ഹൈറ്റ് സെയിം ആണോ? അല്ലല്ലോ. നോക്കിയേ, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് പോകുന്നതോറും എന്താണ് വ്യത്യാസം വരുന്നത്? ഹൈറ്റ് കൂടുമ്പോ കുറയുന്നല്ലേ? പക്ഷെ ഹൈറ്റ് കുറയുന്നതിനനുസരിച്ച് ഇവിടെ വിത്ത് കൂടിക്കൊണ്ടുതന്നെ ഉണ്ടോ? വിത്ത് കൂടിയാക്കുന്നത് കണ്ടോ? ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ തിരിച്ചാണ് വെച്ചത്, നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യുമോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തിരിച്ചു വെച്ചത്. ഇത് ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്. ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അപ്പൊ അത് തിരിച്ചു വെക്കുന്നതിനെ കൊണ്ട് എന്താ പ്രശ്നം? തിരിച്ചു വെക്കുന്ന 4 കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? ഫസ്റ്റ് വൺ, height increase with also increase. Second one, height decrease with increase. Third one, height remains same with increase. Then width remains same and height increase. അങ്ങനെ 3 കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത് ഏത് കോൺസെപ്റ്റിൽ തന്നെ ഇരിക്കുന്നു നോക്കിയേ. സിലിണ്ടേഴ്സ് നോക്കണം കേട്ടോ. സിലിണ്ടേഴ്സ് നോക്കിയേ. ഹൈറ്റ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഹൈറ്റ് ഡിക്രീസ്. വിഡ്ത്ത് ഇൻക്രീസ്, ഹൈറ്റ് ഡിക്രീസ്. ഹൈറ്റ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ്. ഹൈറ്റ് എവിടെയാ മിസ് ഇൻക്രീസ് ആവുന്നവിടെ? നോക്കിയേ, ഒന്ന് നോക്കിയേ, പറഞ്ഞേ. ഞാൻ ചോദിക്കുന്ന ആള് പറയൂ. ഹൈറ്റ് ഡിഗ്രീസ് ആണോ വിത്ത് ഇൻക്രീസ് ആണോ? ഇവിടെ ഹൈറ്റ് ഡിഗ്രീസ് ആണോ വിത്ത് ഇൻക്രീസ് ആണോ? ശരിയാണോ? ഹൈറ്റ് കുറയല്ലേ? ഹൈറ്റ് കുറയാണോ?
നോക്കൂ. അതെ യെസ്. ഹൈറ്റ് കുറയുന്നതിനനുസരിച്ച് വിട്ടിൽ എന്ത് വ്യത്യാസം വരുന്നുണ്ട്? സിലിണ്ടർ കണ്ടോ വലുതായിരിക്കുന്നത്? ഉണ്ടോ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത കോൺസെപ്റ്റ് എന്തായിരിക്കും? ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതെല്ലാം സെയിം ആയിട്ടുണ്ട്, ഈക്വൽ. എല്ലാം സെയിം ആയിട്ടാ തോന്നുന്നത്. നമ്മൾ പറയുന്നത് ഹൈറ്റ് റിമൈൻ സെയിം ആൻഡ് വിഡ്ത് ഇൻക്രീസ് ആണോ? എല്ലാം സെയിം ആണോ? നോക്കി. Height increase, width decreases, ma'am. ഹൈറ്റ് ഇൻക്രീസ് വിഡ്ത് ഡിക്രീസ് ആണോ? Width same അല്ലേ? Height increase, width remains same. Remains same and height increase അല്ലേ? width remains same. വിട്ട് നോക്കൂ, എല്ലാത്തിന്റെയും വിട്ട് നോക്കിയേ, കറക്റ്റ് അല്ലേ? ഇവിടെ എന്തിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്? ഹൈറ്റ് മാത്രമാണ് കൂടിയിരിക്കുന്നത് അല്ലേ? ഹൈറ്റ് മാത്രമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഓക്കെ. യെസ്. നെക്സ്റ്റ് ഫോർത്ത് സെറ്റ്. ഫോർത്ത് സെറ്റിന്റെ പ്രത്യേകത കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഹൈറ്റ് സെയിം വിത്ത് ഇൻക്രീസ്. ആണോ? നോക്കി, ഇവിടെ നോക്കി. ഹൈറ്റ് സെയിം അനുസരണയില്ലല്ലോ ഇതിന്. ഓക്കെ, അത് താഴേക്ക് എടുക്കണം കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞേ നിങ്ങള്. ഹൈറ്റ് ഇൻക്രീസ് ആവുന്നില്ലേ മാം? അത് സെയിം ആണോ? സെയിം ആയിട്ടാണോ തോന്നുന്നത്? അല്ലല്ലോ, ഇൻക്രീസ് ആവുന്നുണ്ടല്ലോ. ഡിഫറൻസ് തോന്നുന്നു. ഒരേപോലെ തോന്നുന്നുണ്ടോ ഹൈറ്റ്? ഇല്ല മാം, ഈ ലാസ്റ്റ് വൺ ബിഗർ ആണ്, വലുതാണ്. നീ നോക്കിയേ. അങ്ങനെ മേടിച്ചിട്ട് ഒന്നും തിരിയുന്നുമില്ല. ഹൈറ്റ് ഡിക്രീസ് ആവുണ്ടോ? വിഡ്ത്ത് ഇൻക്രീസ്. ശരിക്കും മാം ഇത് വിത്ത് ഇൻക്രീസ് ചെയ്തിട്ട് ഹൈറ്റ് സെയിം ലെവൽ അല്ലേ വേണ്ടത്? യെസ്, വെരി ഗുഡ്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ് വരുന്നത്? അപ്പോ പക്ഷെ ഞങ്ങൾക്ക് കാണുമ്പോ ഇതിൽ കുറച്ച് വ്യത്യാസം വരുന്ന പോലെ ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നതിൽ പ്രശ്നം ഉണ്ടാവും അല്ലേ? ഓക്കെ. ഷേപ്സ് ഓരോന്ന് കാണാൻ പറ്റുന്നില്ലേ? ഷേപ്സ് വിഡ്ത്ത് മനസ്സിലാവുന്നുണ്ട്, ഹൈറ്റ് സെയിം ആണോ അല്ലേ എന്നുള്ളത് ഇത് മനസ്സിലാവുന്നുണ്ട് മാം, ഹൈറ്റിലാണ് ഒരു കൺഫ്യൂഷൻ. വിഡ്ത്ത് സെയിം ആയിട്ടാണോ തോന്നുന്നത് നിങ്ങൾക്ക്? അല്ല, വിഡ്ത്ത് വലുതാവുന്ന അല്ല, വിഡ്ത്ത് ഇൻക്രീസ് ആവുന്നുണ്ട്. ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നു. ഹൈറ്റ് സെയിം ആയിട്ട് ഹൈറ്റ് തോന്നുന്നു. സെയിം ആണ്, ഹൈറ്റ് സെയിം ആണ്, വിഡ്ത്ത് വ്യത്യാസം ഉണ്ടോ? ഹൈറ്റ് സെയിം, വിഡ്ത്തിന് എന്താണ് വരുന്നത്? വിഡ്ത്ത് ഡിക്രീസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല. ഹൈറ്റ് ഒരേപോലെയാണ്, വിഡ്ത്തിലാണ് എന്ത് വ്യത്യാസം വരുന്നത്? വിഡ്ത്താണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ? ഏറ്റവും വിഡ്ത്ത് കൂടിയതല്ലേ? അതിനേക്കാളും കുറഞ്ഞതല്ലേ ഇത്? കണ്ടോ? യെസ്. അപ്പൊ ഹൈറ്റ് ഒരേപോലെയാണ്. എവിടെയാണ് വ്യത്യാസം വരുന്നത്? എവിടെയാണ് ഇവിടെ വ്യത്യാസം വരുന്നത്? എന്തിന് മാത്രമാണ് വ്യത്യാസം വരുന്നത്? ഓക്കെ. ഇതെന്താണ്? ഇതിന്റെ പേരെന്താണ്? നോബിൾഡ് സിലിണ്ടേഴ്സ് അല്ലെ? നോബിൾ സിലിണ്ടേഴ്സ് ആണ്. 4 ടൈപ്സ് നോബിൾ സിലിണ്ടേഴ്സ് ഉണ്ട്. ഇനി ഓരോന്നും നമ്മൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത് കുട്ടികളെ? ഇതിനു വേണ്ടിയിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. പ്രോപ്പർ അറേഞ്ച് ചെയ്യാൻ പഠിക്കണം. ഹൈറ്റ് വെയിറ്റ് ഒക്കെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതിനും പിന്നെന്താണ് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്സ്. ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന എന്തിനാണ്? നിങ്ങൾ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്സിന് അത് ഒരുപാട് പ്രാവശ്യം ഇതിങ്ങനെ ചെയ്ത് നോക്കും. നമ്മൾ ഡിസ്ലോക്കേറ്റഡ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ എന്താണ് പല പ്രാവശ്യം ഇതിങ്ങനെ ചെയ്തു നോക്കും. ആദ്യം ഇതൊക്കെ ഇതിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ച് നോക്കൂ. അതിനുള്ളിൽ പോയി കറക്റ്റ് ആണോ അത്? അല്ല അല്ലെ? പല പ്രാവശ്യം അവർ ട്രൈ ചെയ്ത് എന്താണ് കറക്റ്റ് ആയിട്ട് അതിനകത്തേക്ക് അറേഞ്ച് ചെയ്യും. ഉണ്ടോ? ആദ്യം ഒന്നും ചെയ്യില്ല കേട്ടോ. ആദ്യം കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിൽ അവർക്ക് ചെയ്യാനായിട്ട്. ചില കുട്ടികൾ പെട്ടെന്ന് ചെയ്യും, ചില കുട്ടികൾ മാത്രമാണ് എന്താ ചിലർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ചില മെറ്റീരിയൽസുകൾ. ഓക്കെ. യെസ്. ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഇതാക്കുമ്പോ അവരെ കോൺസെൻട്രേഷൻ പവർ ഡെവലപ്പ് ചെയ്യുന്നില്ലേ? അറ്റൻഷൻ, നല്ല രീതിയിൽ അറ്റൻഷൻ ഉണ്ടാവുന്നു. അതേപോലെ തന്നെ എന്താണ് ഇവിടെ കളർ പഠിക്കുന്നുണ്ടോ കുട്ടികള്? ഇതിൽ കളർ വരുന്നുണ്ടോ? കളറാ വരുന്നത് അല്ലെ? വുഡൻ കളർ മാത്രമാണ്. അതൊരു ക്രീം എന്നൊരു കളർ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ചോദിക്കും പ്രത്യേകമായിട്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദിക്കാൻ ഇത് എന്താ ടീച്ചറെ കളർ വരാനെന്ന്?
ശരിക്കും കളർ വരുന്നതല്ലേ മിസ് നല്ലത് കാണുന്നത് എന്തുകൊണ്ടാണ് കളർ വരാത്തത്? വുഡിന്റെ ആയതുകൊണ്ടാണോ മാം? കൂടുതൽ ഇമ്പോർട്ടൻസ് ഷേപ്സിന് കൊടുക്കുന്നോണ്ടാണോ മിസ്സേ? നമ്മള് ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാന്ന് മാത്രം ഉള്ളത് കൊണ്ട്, അതുപോലെ തന്നെ എന്താണ് ഓൾറെഡി നമ്മൾ കളർ കോമ്പിനേഷൻസ് മെറ്റീരിയൽസ് വേറെ അവൈലബിൾ ആണ് അല്ലെ? വേറെ മെറ്റീരിയൽസ് നമുക്ക് ഓൾറെഡി അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കളേഴ്സ് വന്നാലും അവർക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാനൊരു സാധ്യതയുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് സ്പെസിഫൈ ചെയ്തവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോ നോബൽ സിലിണ്ടേഴ്സ് തന്നെ നമുക്ക് എന്തുണ്ട്, ഇത് തന്നെ 2 സെറ്റ് ഉണ്ട്. ഇതെന്ന് വെച്ചാല് ഇത് 4 സെറ്റ് ആണ്. ഇതുപോലെ തന്നെ 4 സെറ്റ് കൂടി വരുന്നത്, അതായത് 2 സെറ്റ് വരുന്നുണ്ട്, കളർ കോമ്പിനേഷനിൽ വരുന്നുണ്ട് സിലിണ്ടേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് കൂട്ടാനും ചെയ്തിരിക്കുന്നത്. ആ സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, വലിയ സിലിണ്ടേഴ്സ് ആണ്. നമ്മുടെ ബ്രൗൺ പിങ്ക് ടവർ പോലെ തന്നെ വലിയ സിലിണ്ടർ ഷേപ്സില്, അത് ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്. 4 ഷേപ്സ് ആണ് നോബിൾഡ് സിലിണ്ടേഴ്സ്. സെക്കൻഡ് 2 ടൈപ്സ് വരുന്നത്, അതായത് സെറ്റ് 2 വരുന്നത്. അത് നമ്മളിവിടെ ഓഫീസിൽ നിന്ന് പ്രാക്ടിക്കൽസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല, അവിടെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ വരുന്ന സമയത്ത് അത് നേരിട്ട് റിയൽ ആയിട്ട് കാണിച്ചു തരാം. ഇൻ കേസ് നാളെ അപർണയാണ് കയറുന്നതെങ്കിൽ അപർണ കാണിച്ചു തരും. ഓക്കെ, യെസ്, മനസ്സിലായോ? അപ്പൊ ഓരോ അതിൽ തന്നെ വ്യത്യാസമുണ്ട്. അവിടെ ഓരോ കളേഴ്സിലും അവിടെയും എന്ത് വരുന്നുണ്ട്, വിത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹൈറ്റ് ഡിക്രീസ് ചെയ്യുന്നു, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വിത്ത് ഡിക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് ഹൈറ്റും വെയിറ്റും ഒരേപോലെ നിൽക്കുന്നു. അങ്ങനെ 4 ടൈപ്സിലും 4 സിലിണ്ടേഴ്സിൽ എന്താണ് 4 ഷേപ്സുകൾ, 4 ടൈപ്സിലാണ് മെഷർമെന്റ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ അത് കാണിച്ചു തരാം കേട്ടോ. അത് ഭയങ്കര രസമാണ്. അത് നമുക്ക് കോമ്പിനേഷൻ ചെയ്യാൻ പറ്റും. അത് നമ്മൾ പറഞ്ഞില്ലേ 4 കളേഴ്സ് ഉണ്ട്, അത് കോമ്പിനേഷൻ ചെയ്യുമ്പോൾ എന്താണ് ഓരോ സിലിണ്ടറിന് മുകളിലായിട്ട് നമുക്ക് ഓരോ സിലിണ്ടേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഉണ്ടോ? അപ്പൊ ഒരു കോൺട്രാസ്റ്റഡ് കളേഴ്സ് പഠിക്കും, പല ഷെയ്ഡ്സ് അറേഞ്ച് ചെയ്യാൻ പറ്റും. അത് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഗവർണൻസ് ആണ് കയറുന്നെങ്കിൽ കാണിച്ചു തരും കേട്ടോ. ഓക്കെ, യെസ്, നമ്മൾ എത്ര മെറ്റീരിയൽസ് നോക്കി? ഫ്രീ റൈറ്റിംഗ് ബോർഡർ, പിങ്ക് ടവർ, നോബൽ സിലിണ്ടേഴ്സ്, സൗണ്ട്, കളേഴ്സ്, കളർ പാലറ്റ് അല്ലെ? കളേഴ്സ് അല്ല, കളർ പാലറ്റ് അല്ലെങ്കിൽ കളർ ടാബ്ലറ്റ് നമ്മൾ പറയും. കളർ പാലറ്റ് അല്ലെങ്കിൽ കളർ ടാബ്ലറ്റ്സ് എന്ന് പറയും. ഓക്കെ, യെസ്. അപ്പൊ 6 മെറ്റീരിയൽസ് ഇപ്പൊ നിങ്ങൾ കണ്ടു അല്ലെ? ഇനി മാം ഈ കുട്ടികളെ ഫൈമോട്ടോസിൽ കാണിച്ചില്ല, അപ്പൊ അവരുടെ ബ്രെയിനും കൂടെ അത് ഡെവലപ്പ് ചെയ്യില്ലേ ഇത് കാണിച്ചു കഴിഞ്ഞാൽ? യെസ്, ഡെവലപ്ഡ് ആണ്. അറ്റൻഷൻ കിട്ടും നന്നായിട്ട്. കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂലേ മാം? നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ നമുക്ക് 2 കാര്യം തിരിച്ചറിയാൻ പറ്റും. നമ്മൾ പറയില്ലേ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് കുട്ടികളുടെ. ചില കുട്ടികളുടെ ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല, ചിലപ്പോൾ ചില കുട്ടികൾ ഒരു റെസ്പോണ്ടും ചെയ്യില്ല. പക്ഷെ ചില കുട്ടികൾ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യും, നമ്മളോട് കളേഴ്സ് പറയും, അതായത് ഷേപ്പ് ആണെന്ന് പറയും, വളരെ വ്യക്തമായിട്ട് അത് പറയും. കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാലും എന്താണ് അവരത് പറയും കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഒബ്സർവേഷൻ കുട്ടികൾ അവിടെ ചെയ്യുന്നത്. ഒന്നാമത് ഈ മെറ്റീരിയൽസ് കണ്ടാൽ തന്നെ നിങ്ങൾ നോക്കിയേ, ഭയങ്കര അട്രാക്റ്റീവ് അല്ലേ ഇതൊക്കെ കാണാനായിട്ട് തന്നെ. അതായത് അവരുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ മെറ്റീരിയൽസ് ഓൾറെഡി പതിഞ്ഞു കഴിയും. ആ മൈൻഡിൽ ഈ ഒരു മെറ്റീരിയൽസ് അത്രയ്ക്ക് അവർക്ക് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഏത് സമയത്ത് ചോദിച്ചാൽ അവർ അതിന്റെ ഫീച്ചേഴ്സ് പെട്ടെന്ന് തന്നെ പറയും. ഫസ്റ്റ് ഓഫ് ഓൾ അവർ ആദ്യം പഠിക്കുന്നത് എന്താണ്, കളറാണ്. കളർ ആൻഡ് ഷേപ്സ് ആണ് അവർ ആദ്യം തിരിച്ചറിയുന്നത് അല്ലേ? നമ്മളിപ്പോ നോക്കിയതെല്ലാം സെൻസോറിയൽ ഏരിയാസ് ആണ് അല്ലെ? സെൻസോറിയൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ കുട്ടികൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തത്? എന്ത് ഉപയോഗിച്ചുകൊണ്ടിട്ടാണ്, ഏത് സെൻസ് ഉപയോഗിച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്തത്? 5 സെൻസ് ഉപയോഗിച്ചു. ഓക്കെ, അതായത് കണ്ടു, ടച്ച് ചെയ്തു, ഫീൽ ചെയ്തു ഒക്കെയാണ് കുട്ടികള് എന്ത് ചെയ്തത്? ഇത് ഏതൊക്കെ മെറ്റീരിയൽ ആണ്, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നത്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അതിന്റെ കളേഴ്സ് ആണ്. അതിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നതിന്റെ കളേഴ്സ് ആണ്, അതിന്റെ ഷെയ്ഡ്സിലാണ് കുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒരു മെറ്റീരിയൽ കൂടി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടോ? ഫ്രെയിംസ് കണ്ടിട്ടുണ്ടാവും അല്ലെ? ഫ്രെയിംസ് കണ്ടിട്ടില്ല? കാണിച്ചു തന്നിട്ടുണ്ടോ പറഞ്ഞ? ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് മാം. ഞങ്ങളോട് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ നോർമൽ ബട്ടൺ ഫ്രെയിം. കാണിക്കണ്ടല്ലോ? വേണ്ട മാം, പ്രസ് ബട്ടണും സിബും ഒക്കെ ഞങ്ങളെ കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ 4 ഫ്രെയിംസ് ഉണ്ട്. ഫ്രെയിംസ് ചിലപ്പോ ശരിക്കും 2 ഇതിലെ ഫ്രെയിം വരുന്നുള്ളൂ. അതായത് നമ്മളിവിടെ കാണിക്കുന്ന മെറ്റീരിയൽ ഇപ്പൊ ബട്ടൺ ഫ്രെയിം ഉണ്ട്, പിന്നെ എന്താണ് നമ്മുടെ ബെൽറ്റ് ഫ്രെയിം വരുന്നുണ്ട്. അപ്പൊ ഓരോ നമ്മൾക്ക് അതിന്റെ ബാക്കിലായിട്ട് ഓരോ ഫ്രെയിംസിന്റെ ബാക്കിലായിട്ട് എന്താണ്
ഒരു ചോയിനോ അല്ലെങ്കിൽ നമ്മൾ ആടിയോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ വാൾസില് വാൾ കണ്ടിട്ടില്ലേ നമ്മുടെ ഇതുപോലെ ബാക്കിൽ കാണുന്നുണ്ടോ? ഓരോ കുട്ടികളുടെ ഹൈറ്റ്സ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അത് അവിടെ സെറ്റ് ചെയ്യും. ദെൻ അവിടെ വെച്ച് നമുക്കിപ്പോ ടേബിളിൽ വെച്ച് ചെയ്യാതെ അല്ലെങ്കിൽ ബെഞ്ചിലോ ഡെസ്കിലോ വെച്ച് ചെയ്യാതെ തന്നെ എന്താണ് അവിടെ പോയിട്ട് കണക്ട് ചെയ്തിട്ട് കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് അവർക്ക് ബട്ടൺസ് കറക്റ്റ് ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റും, അതന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും. പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് സപ്പോർട്ട് കൊടുത്ത് ചെയ്യേണ്ടതെന്ന് അറിയാലോ? ബട്ടൺസ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്, സിപ്പ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? മാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു. കാണിച്ചു ഒന്നുകൂടെ കാണിച്ചു തരുമോ അത്? കാണിച്ചു. നിങ്ങൾ ആരും ഒന്നും ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. ഇവിടെ എന്തായാലും റിയൽ ആയിട്ട് ഇതെല്ലാം കാണാവുന്നതാണ്. ഓക്കെ, അങ്ങനത്തെ ടെൻഷനൊന്നും ആർക്കും വേണ്ട. കേട്ടാ പറഞ്ഞത്? കാണാമോ? കാണാലോ? കാണാം. കാണാം. ഇത് ഏത് ഫ്രെയിം ആണെന്ന് അറിയാലോ? ഫ്രെയിം അല്ല, ഇത് എന്താണിത്? വെൽക്കോ അല്ലേ മാം? വെൽക്രോ ആണ്. യെസ്. ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്? കുട്ടികളെ കൊണ്ട് നമ്മൾ രണ്ട് കൈകൾ ഇവിടെ സപ്പോർട്ട് ചെയ്യുക. ദെൻ തിരിഞ്ഞു പോയി സപ്പോർട്ട് ചെയ്തതിനു ശേഷം ഒരു കൈ, ഈ കൈ ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ കറക്റ്റ് ആയിട്ട് പൊസിഷനിങ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം ഈ ഫിംഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ ഇത് എങ്ങനെ എടുക്കുന്നത്. നമ്മളിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അല്ലെ? എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? പെട്ടെന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്ത് എന്താണ് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ സപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഈ ഫിംഗേഴ്സ് ഇങ്ങനെ മടക്കി ഓപ്പൺ ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ സപ്പോർട്ട് കൊടുത്ത് തന്നെ അത് ക്ലോസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് അതേപോലെ തന്നെ ഓപ്പൺ ക്ലോസ് ഓപ്പൺ ക്ലോസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സിപ്പ് ഫ്രെയിം ആണ് അല്ലെ? സിപ്പ് ആണ്. എങ്ങനെയാണ് സിപ്പും ചെയ്യേണ്ടത്? എങ്ങനെയാണ് സിപ്പും നമ്മൾ ഇവിടെ സപ്പോർട്ട് കൊടുക്കണം. പെട്ടെന്ന് വലിച്ചൂരിയാൽ എന്ത് സംഭവിക്കും? പൊട്ടിപ്പോവാനുള്ള സാധ്യത അല്ലെ? അപ്പൊ ഇവിടെ സപ്പോർട്ട് കൊടുക്കാതെ ഈ രണ്ട് ഫിംഗേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ? ദെൻ അതിന്റെ നോബിളിൽ നമ്മളൊന്ന് ഉയർത്തി കാണിക്കണം അല്ലെ? അതിങ്ങനെ കാണിച്ചു കൊടുക്കണം. ഇവിടെ ടച്ച് ചെയ്താൽ മാത്രമേ ഇതിങ്ങനെ ഉയരുമെന്ന് കാണിച്ചില്ല. ചില കുഞ്ഞുങ്ങള് ഇങ്ങനെയൊക്കെ നോക്കി എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ ബാക്കിലേക്ക് സപ്പോർട്ട് ചെയ്തൊന്ന് ഉയർത്തി കഴിഞ്ഞാൽ എന്താണ് കയ്യിലേക്ക് പിടിക്കാൻ പറ്റും. ദെൻ പതിയെ ഇവിടെ സപ്പോർട്ട് കൊടുത്തതിന് ശേഷം പതിയെ ബാക്കിലേക്ക് വലിക്കാം അല്ലെ? ഇനി ഇത് ക്ലോസ് ചെയ്യുമ്പോൾ വെറുതെ വലിച്ചു ഊരിയാൽ മതിയോ? വെറുതെ ക്ലോസ് ചെയ്താൽ മതിയോ? അവിടെ എന്ത് വേണം? അവിടെ നമ്മൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അത് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എഡ്ജിന്റെ ഭാഗത്താണെങ്കിലും സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? സിപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഷൂ ലൈസ് അറിയാലോ? ഷൂ ലൈസ് ഉണ്ടാതിരിക്കില്ലേ? ഓക്കെ, കണ്ടോ എങ്ങനെയാണ് ഇത്? ഇതിന് നമുക്ക് രണ്ട് കൈകൾ ആവശ്യമാണ് അല്ലെ? രണ്ട് കൈകൾ ആവശ്യമാണ്. കുട്ടികളെ കൊണ്ട് ഈ ലൈസ് ഈ ഫിംഗറിന്റെ അടിയിലേക്ക് കൊണ്ടുവരാം. ദെൻ എന്ത് ചെയ്യണം? നമ്മള് ട്വിസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ട്വിസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം ഒരു കൈകളിലേക്ക് ഇട്ടതിന് ശേഷം ഈ കൈയിലുള്ള ഷൂ ലൈസ് ഇതിലേക്ക് ക്രോസ് ചെയ്തതിന് ശേഷം എന്താണ് ട്വിസ്റ്റ് ചെയ്യാം. ദെൻ അപ്പൊ അവിടെ ഒരു ഹോൾ ആയി നമുക്ക് കാണിച്ചു കൊടുക്കാം. കണ്ടോ? ഈ ഒരു ഹോൾ ഉണ്ടെന്നുള്ളത് കാണിച്ചു കൊടുക്കാം. ദെൻ പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കറക്റ്റ് ആയിട്ട് ഒരേപോലെ പതിയെ പതിയെ ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ആയോ? ഓക്കെ, ഇനി നിങ്ങൾക്ക് ഭംഗിയിൽ എങ്ങനെയൊക്കെ കെട്ടാൻ അറിയുന്നവരാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് കെട്ടിക്കൊടുക്കാം കേട്ടോ. ദെൻ നമ്മളിപ്പോ ഇതേ ചെയ്ത മെറ്റീരിയൽ തന്നെ ഇതേ മെത്തേഡ് തന്നെ എന്താണ് പിന്നെ ഒന്നുകൂടി ഓരോ ലേസും എന്ത് ചെയ്യണം? ഓരോ ലേസും അതേപോലെ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാ? ക്ലോസ് ചെയ്യാ. ഇങ്ങനെ കാണിച്ചു കൊടുക്കണേ, വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കണേ. കണ്ടോ? അവർ നോക്കുമ്പോ പറയാം ബട്ടർഫ്ലൈയുടെ ഷേപ്സ് ഉണ്ട്, അല്ലെങ്കിൽ പൂവിന്റെ ഷേപ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ എത്രത്തോളം മനോഹരമായി നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നുണ്ടോ അതുപോലെ നിങ്ങൾക്ക് കെട്ടി കൊടുക്കാം. അതെന്ത് ചെയ്യണം? പതിയെ 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 ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും അത് കെട്ടാം. ഓക്കെ, ഇനി കെട്ടി. ഇനി ഒന്ന് അഴിക്കണ്ടേ നമുക്കിത്?
അഴിക്കണ്ടേ? യെസ് മാം, അയക്കണം. അഴിക്കണമെങ്കിൽ എന്താണ്? അപ്പോൾ അവർ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കണം. നമ്മൾ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് ലേസസില് ഒരു ലേസിന് ഹൈറ്റ് ഉണ്ടാവും, ഒരു ലേസിന് ഹൈറ്റ് കുറവായിരിക്കും അല്ലെ? അതെ മാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഓപ്പൺ ആക്കേണ്ടത് ഹൈറ്റ് കൂടിയത് എന്താണോ? കുറഞ്ഞതല്ലേ മാം? ഹൈറ്റ് കുറഞ്ഞത് നമ്മളിത് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് വലിച്ചു കാണിച്ചു കൊടുക്കട്ടോ. വലിക്കുന്ന സമയത്ത് കണ്ടോ അത് പതിയെ ഓപ്പൺ ആയി. ഇനി ഇതെങ്ങനെ വരും? ഇതെങ്ങനെ വരും? ഇനി വരും. ഇവിടെയും ഉണ്ട്, ഇവിടെയും ഒരു പ്രശ്നം വരുന്നുണ്ട് അല്ലെ? ഇതിൽ ഏതാണ് വലിക്കേണ്ടതെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. ഏതാണ് ആദ്യം വലിക്കേണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അവരോടത് എങ്ങനെയാണ് അതിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കിടക്കുന്നതെന്ന് നോക്കാം. അത് കാണിച്ചു കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ അത് പിടിച്ച് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഉണ്ടോ? കഴിഞ്ഞു. യെസ്, മനസ്സിലായോ? ഷൂലൈസ് എന്താണെന്ന് മനസ്സിലായി മാം. ഇനി ഇതാണ് ടീച്ചർ പറഞ്ഞത് നമ്മള് ഫ്രെയിം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. ഫ്രെയിം കണ്ടോ? ഇത് ബട്ടൺ ഫ്രെയിം ആണ് അല്ലെ? ബട്ടൺ ഫ്രെയിം ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോ ഇവിടെ ക്ലാസ് റൂമിലാണ് വെക്കുന്നെങ്കിൽ ഇത് ബാക്കിൽ ഇത് കണക്ട് ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഡബിൾ സ്റ്റിക്കർ വെച്ചിട്ടാണെങ്കിൽ എന്താണ് ഇങ്ങനെ കണക്ട് ചെയ്യാം. എന്താ നിങ്ങള് കാണാമോ? കാണാം മാം. അതിനുശേഷം എന്താണ് ഓരോ കുട്ടികളെ നമ്മൾക്ക് അടുത്ത് വിളിപ്പിച്ചിട്ട് ഇവിടെ നിർത്തി അവരെ കൂടെ ചെയ്യാൻ പറ്റും അല്ലെ? യെസ്. അതേപോലെ തന്നെ എന്താണ് പെൻ ഫ്രെയിം അല്ലെ? പെൻ ഫ്രെയിം ഒക്കെ എന്താണ് അതേപോലെ കണക്ട് ചെയ്യുക. സ്കൂളൊക്കെ അവൈലബിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഫ്രീയൊക്കെ ഉണ്ടായിരിക്കും. അതിൽ കണക്ട് ചെയ്തതിനു ശേഷം അവരേക്കും നല്ല രജിസ്റ്റർ ചെയ്യിപ്പിക്കും. ഇനി ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്? ബെൽ ഫ്രെയിം എങ്ങനെയാണ്? ഇവിടെയും രണ്ട് കൈകളുടെ ആവശ്യമുണ്ട് അല്ലെ? നമുക്ക് രണ്ട് കൈകളുടെ ആവശ്യം ഇവിടെയും വരുന്നുണ്ട്. എന്താണ് വേണ്ടത്? ഇവിടെ ഈ രണ്ട് ഫിംഗേഴ്സ് ഇവിടെ ഇവിടെ പിടിച്ചതിന് ശേഷം ഇവിടെ എന്താണ് ഈ രണ്ട് ഫിംഗേഴ്സിന്റെ ആവശ്യമുണ്ട്. ദെൻ എന്ത് ചെയ്യണം? ജസ്റ്റ് പ്രസ് ചെയ്യുക. ഉണ്ടോ? ദെൻ വെറുതെ ഊരിയിട്ടാൽ മതിയോ? നമ്മളത് ക്ലോസ് ചെയ്യാൻ കൂടി പഠിപ്പിക്കണം. ചില കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും, ഇങ്ങനെയൊക്കെ കാണിക്കും അല്ലെ? അവർക്ക് കറക്റ്റ് ആയിട്ട് ആദ്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ക്വസ്റ്റ്യനിങ് ചെയ്ത് കൊടുക്കണം. എന്താണ് അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന തരത്തില്, ഈ ഹോളിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന തരത്തില് പതിയെ 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 ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഒരു ശബ്ദം കേൾക്കും. അപ്പൊ ക്ലോസ്ഡ് ആയി. അടുത്തത് എങ്ങനെ തന്നെയാണ്? ഇത് പിടിക്കുക, ഇതിൽ പ്രസ് ചെയ്യുക. അവിടെ ആദ്യം കാണിച്ചു കൊടുക്കുക നിങ്ങൾ. അപ്പൊ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് അനങ്ങുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ അനങ്ങുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളത് നന്നായിട്ട് പ്രസ് ചെയ്യാൻ പറയുന്നത് എന്താണ്? ഓപ്പൺ ആകും. ക്ലോസ് ചെയ്യാം. പേരെന്താണ്? പെൻ ഫ്രെയിം. എന്താണ്? എന്താണ്? ബട്ടൺ ഫ്രെയിം. ബട്ടൺ ഫ്രെയിം ആണ്. ബട്ടൺ ഫ്രെയിമിന് ഒരു കൈ മതിയോ രണ്ട് കൈ വേണോ? രണ്ട് കൈ വേണം. രണ്ട് വേണം അല്ലേ? രണ്ട് കൈ വേണം. ഇതെങ്ങനെയാണ്? യെസ്, ഇവിടെ ഒരു കൈ പിടിക്കണം, ബട്ടൺസ് പിടിക്കണം. ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മുടെ ഹോൾസ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ ഇത് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ അല്ലെ? ചെറിയ ഹോളൊക്കെ ആണെങ്കിൽ അവർ വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പുറത്തേക്ക് വരില്ല. ഓക്കെ, ഇനി അത് ക്ലോസ് ചെയ്യാൻ എളുപ്പമാണ്. ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ഈ ഹോളിലേക്ക് അത് കയറ്റി വിടാനായിട്ട് അവരോട് പറയാം. ഓക്കെ, കയറ്റി വിട്ടതിന് ശേഷം കണ്ടോ ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇപ്പുറത്തേക്ക് ബാക്കിൽ നമ്മൾക്ക് കാണാൻ പറ്റും. അതിലേക്ക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് ക്ലോസ്ഡ് ആയി. ഇനി ഇവിടെ എങ്ങനെയാണ് ഈ ഫിംഗേഴ്സ് ഇവിടെ പിടിക്കുക, ഓപ്പൺ, ദെൻ ഹോളിനകത്തേക്ക് പ്രവേശിപ്പിക്കുക, ക്ലോസ്ഡ്. എന്താണ് ഇപ്പൊ ഇത്? ബട്ടൺ ഫ്രെയിംസ്. അപ്പൊ 4 ഫ്രെയിംസ് ഉണ്ട്. ബട്ടൺ ഉണ്ട്, ബെൽറ്റ് ഫ്രെയിം ഉണ്ട്, വെൽക്രോ ഉണ്ട്, ലേസർ ഉണ്ട്, സിപ്പ് ഫ്രെയിം ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം, ക്ലിയർ ആണ്. യെസ്. ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്? ഇല്ല ഇല്ല, കാണിച്ചു തന്നിട്ടില്ല. ഓക്കെ, പക്ഷെ നമുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എളുപ്പമാണ് കേട്ടോ. രണ്ട് കൈകളും സപ്പോർട്ട് ചെയ്ത് ചെയ്യിപ്പിച്ച് കൊടുക്കുക. അവർക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് എളുപ്പം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അവർ നശിപ്പിച്ച് കളയും. നശിപ്പിച്ചെന്ന് വെച്ചാൽ അവർക്ക് അറിയാതെ പെട്ടെന്ന് വലിച്ചു കഴിയുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെ എങ്ങനെയാണ് പിടിക്കേണ്ടത്, ഏതൊക്കെ കൈകൾ എവിടേക്ക് വരണം, എങ്ങനെ പൊസിഷനിങ് ചെയ്യണം എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവരതനുസരിച്ച് തന്നെ ചെയ്തു കൊടുക്കും കേട്ടോ. ഓക്കെ,
അപ്പൊ നമ്മുടെ സെൻസോറിയൽ ഏരിയയിലെ കുറച്ച് മെറ്റീരിയൽസ് മാത്രമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി മാത്തമാറ്റിക്കൽ ഏരിയ വരുന്നുണ്ട്, ലാംഗ്വേജ് ഏരിയാസ് ഒക്കെ വരുന്നുണ്ട്. ലാംഗ്വേജ് ഏരിയാസിനാണ് നമ്മള് മൂവിങ് ആൽഫബറ്റ്സ് ഒക്കെ ഉണ്ട്. മൂവിങ് ആൽഫബറ്റ്സ് ഉണ്ട്. അത് അപർണാസിന്റെ ക്ലാസ്സിൽ ഇപ്പം ടീച്ചറിന് ഒരു പീരീഡ് അല്ലേ വരുന്നുള്ളൂ. എങ്ങനെയാണോ വരുന്നതിനനുസരിച്ച് ടീച്ചേഴ്സ് അത് കാണിച്ചു തരും കേട്ടോ, ബാക്കിയുള്ള മെറ്റീരിയൽസ്. ഓക്കെ, എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാതെ പറയാ കേട്ടോ. പറയാമോ? മനസ്സിലാവാനുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മനസ്സിലായി. മനസ്സിലായി മാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട മെറ്റീരിയൽസ് ഏതാണെന്ന് മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. ഷംസ് പറഞ്ഞിട്ടില്ല ഏതൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന്. പിങ്ക് കവർ മാത്രമാണോ നിങ്ങളോട് പറഞ്ഞത്? അല്ല, ആൽഫബറ്റ്സ്, സ്മോൾ ലെറ്റർ, നമ്പേഴ്സ്, വേർ റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ്, കളർ ടാബ്ലറ്റ്സ്, പിന്നെ നമ്മൾ സോറി, പ്രാക്ടീസില് പിങ്ക് കവർ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ? നോബിൾസ് സിലിണ്ടേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടാക്കാൻ. ഇല്ല. ഇല്ല. അതാണ് ടീച്ചർ ചോദിച്ചത് കേട്ടോ. അപ്പൊ നോബിൾസ് പിങ്ക് കവർ എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞോ? അപ്പൊ നിങ്ങൾ, എനിക്ക് തോന്നുന്നു 23 വരുന്ന സമയത്ത് റെക്കോർഡ്സ് ആയിരിക്കും കൊണ്ടുവരേണ്ടത് ചിലപ്പോ. ടീച്ചറിനോട് നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോൾ ടീച്ചറിനോട് കറക്റ്റ് ആയിട്ട് ചോദിക്കുക ഏതൊക്കെ മെറ്റീരിയൽ എന്തൊക്കെയാണ് ശനിയാഴ്ച വരുമ്പോൾ കൊണ്ടുവരണമെന്ന് ചോദിക്കുക കേട്ടോ. എന്നിട്ട് അപ്പൊ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുവരാം. സർവേ റിപ്പോർട്ട് എത്രയും കൊണ്ട് ചെല്ലണമെന്നാ പറഞ്ഞിരിക്കുന്നത്. സർവേ റിപ്പോർട്ട്സ്. ഓക്കെ, അപ്പൊ എന്നാ ഒരു വൈവ് എടുത്ത പ്രശ്നമുണ്ടോ? വൈവക്ക് റെഡിയാണോ അപ്പൊ നിങ്ങള്? എങ്ങനെ മോഡലായിട്ട് ചെയ്തിട്ടില്ല മാം, എന്നാലും കിട്ടുമെന്ന് നോക്കാന്നില്ല. പേടിക്കണ്ട വെറുതെ പറഞ്ഞോളൂ കേട്ടോ. എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ. മോണ്ടിസോറി നമ്മൾ തിയറി പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെ മെറ്റീരിയൽസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ എന്ത് എവിടെ നിന്ന് ചോദിച്ചാലും അറിയാൻ പറ്റും അല്ലേ? ഓക്കെ, അതിനൊക്കെ നിങ്ങൾ ഏബിൾ ആയി. ഏകദേശം നമ്മുടെ കോഴ്സ് ഒക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഏകദേശം തീരാറായി. പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ടെക്സ്റ്റ് അധികം ചോദിക്കില്ല. എന്തോ ടെക്സ്റ്റ് അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. നമ്മൾ എങ്ങനെ പ്രാക്ടിക്കലി ചെയ്യുന്നു അതാണ്. നമുക്ക് വൈവ വേണമെങ്കിൽ അപ്പൊ അറ്റൻഡ് ചെയ്യാം, വില്ലിങ് ആൾക്കാർക്ക് അപ്പൊ അറ്റൻഡ് ചെയ്യാം. പക്ഷേ ടെക്സ്റ്റ് അധികം ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, വരുന്ന മിസ്സിന്റെ ഇതുപോലെ ഉണ്ടാവും പറഞ്ഞിരുന്നു മാമോ. അത് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഞാനാണ് തിയറിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറെ പറയട്ടെ, നിങ്ങൾ ഞാൻ പഠിപ്പിച്ച ചാപ്റ്റേഴ്സ് നിങ്ങൾ അതിന് എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ ഉത്തരം പറയാൻ നിങ്ങൾ വില്ലിങ് ആയിരിക്കണം അല്ലെ? അതിനുവേണ്ടിയല്ലേ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. വൈവയ്ക്ക് എവിടെ നിന്ന് എവിടെയെങ്കിലും ചോദ്യം ചോദിക്കും. ഞാൻ ചോദിക്കാറുണ്ട്, ഞാൻ ഡിഫറൻസ് മെക്കാനിസം ഒക്കെ ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു മെക്കാനിസം ചോദിക്കും. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മളൊരു തിയറി പഠിച്ചു. അതിലേത് പിയാഷയുടെ തിയറിയിൽ ആദ്യത്തെ സ്റ്റേജ് ഏതാണ്, രണ്ടാമത്തെ സ്റ്റേജ് ഏതാണ്, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെറുതെ ആണോ മോണ്ടിസോറി ടീച്ചർ ആവേണ്ടത്? അത് ചിലതില്ലേ അറിയുന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോകും. മാം, നമുക്ക് ഈ സാധാരണ റെക്കോർഡിൽ തന്നെയാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അതോ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ? ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ ഒരു ടെൻഷൻ ഉണ്ട് മാം, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനൊന്നും പേടിക്കണ്ട. അതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറഞ്ഞുതരാം എങ്ങനെയായിരിക്കും. നിങ്ങൾ നേരിട്ട് കാണാനുള്ള മനസ്സിലാവും 23-ാം തീയതി. വരുന്നവർക്ക് കാണാം, അല്ലാത്തവർക്ക് നമ്മൾ ഓൺലൈനിൽ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് കേട്ടോ. ഐവക്ക് തൊട്ട് മുൻപായിട്ട് നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരും എങ്ങനെയായിരിക്കും എന്താ. എക്സാമിന് മുമ്പ് പറഞ്ഞില്ല എങ്ങനെയായിരിക്കും ചോദ്യം വരുന്നതെന്ന്. ഏകദേശം അതേപോലൊക്കെ തന്നെ വന്നില്ലേ? മാം, വൈവ ഓൺലൈൻ ഉണ്ടാവുമോ? ഓൺലൈൻ ആണോ? ഓക്കെ മാം. അതെ അതെ മാം, ഈ റെക്കോർഡ്സ് ലാസ്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത പോരെ? ലാസ്റ്റ് ടൈമിലോ? ലാസ്റ്റ് ആയിട്ട് നമ്മൾ കൺവൊക്കേഷൻ വരുമ്പോ ചെയ്യാൻ പറ്റും ടീച്ചറിനോ? കോൺവൊക്കേഷൻ വരുമ്പോൾ ചെയ്യാം. പക്ഷെ നിങ്ങൾ ടീച്ചറിനോട് അതിനോട് ചോദിക്കരുത്. ടീച്ചറാണ് ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്.
അല്ല മാം, എന്താന്ന് വെച്ചാൽ എല്ലാരും ചോദിക്കണ എന്താ വെച്ചാൽ എല്ലാരും 5th റെക്കോർഡ് കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ, അതാ ചോദിക്കുന്നത്. നാളെ വ്യാഴാഴ്ച. നാളെ ശനിയാഴ്ച വരുന്നതിനുള്ള എല്ലാ ഓക്കെ 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 മാം. ഏത് ടീച്ചറോടാണ് നമ്മൾ ഓണം സെലിബ്രേഷൻ പറഞ്ഞിരുന്നു മാം. മാം ഇന്ന് പറയാന്ന് പറഞ്ഞിരുന്നു ഡേറ്റ്. രണ്ടാം ഓക്കെ 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 മാം, പറ്റും. വേറെ എന്താണ് മാം കുറച്ച് ടൈം നേരത്തെ മാം അന്ന് 2-ാം തീയതി ആകുമ്പോൾ നമുക്ക് പ്രോഗ്രാം നോക്കുമ്പോൾ ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഒരു 10 മിനിറ്റ് ഒരു സ്റ്റാർട്ടിങ് കറക്റ്റ് ഒരു 10:30 തുടങ്ങുന്ന പോലെ. പ്രോഗ്രാംസ് സെറ്റ് ചെയ്തോ? പ്രോഗ്രാംസ് കൂടുതലാണ്, എല്ലാവരും ഇപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നമ്മള് സമയം അറിയാലോ, 11:35 മാക്സിമം അത്രേ വരുള്ളൂ. അപ്പൊ അതിനുള്ള പ്രോഗ്രാംസ് മതി ചെറുതായിട്ട് കേട്ടോ. നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയില്ലേ, അത് മതി നമുക്ക്. യെസ്, അപ്പൊ എനിക്ക് പ്രിപ്പയർഡ് ആവാം. അത് ഞാൻ വിട്ടുപോയിട്ട് ശരിക്കും ഓണം സെലിബ്രേഷന്റെ കാര്യം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തൊക്കെയായി പരിപാടികൾ, എന്തൊക്കെയായി? തിരുവാതിര സെറ്റായി, പിന്നെ ഓണപ്പാട്ടുണ്ട്, പിന്നെ മറ്റേ പൂക്കൾ ഒരാൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങള് പലതും നടക്കുന്നു. ഓക്കെ, അപ്പൊ വിഷു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ നമുക്കിനി നമ്മളിനിപ്പോ ട്യൂസ്ഡേ അല്ലേ കാണുള്ളൂ നെക്സ്റ്റ്? ഇല്ല, അതിന് മുമ്പ് സാറ്റർഡേ കാണുമല്ലേ കുറച്ച് പേരാ. എത്ര പേര് വരുന്നുണ്ട്? ഞാൻ വരുന്നുണ്ട് മാം. ആര്യാണ്. കുറച്ച് പേരുടെ പേരൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. നിങ്ങളുടെ ശബ്ദമൊക്കെ കുറച്ച്, ഇപ്പൊ ഗീതയുടെ ശബ്ദം എനിക്കറിയാം, മേഘനയുടെ ശബ്ദം അറിയാം. പിന്നെ നമ്മുടെ അഖിലയില്ലേ ക്ലാസ്സിലെ അഖിലയുണ്ട്, റോഷ്നി ഉണ്ട്, പിന്നെ ഫെബിന. ഇവരെയൊക്കെ ചിലരുടെ ശബ്ദം അറിയാം. റീജനെ കണ്ടാൽ പിന്നെ അറിയാൻ പറ്റും, ഫോട്ടോയിൽ എപ്പോഴും കാണുന്നുണ്ട്. പിന്നെ ആരാണ്? സുമയ നമ്മുടെ ക്ലാസ്സിലാണോ? സുരഭ്യ നമ്മുടെ ക്ലാസ്സിലാ. അതെ, അവർക്ക് വരാൻ പറ്റില്ല മാം, അവിടെ അമ്മ വീണിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഓപ്പറേഷനാ. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നു. എനിക്കറിയില്ല നിങ്ങൾ ആരൊക്കെയാവും, നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ടീച്ചർ ചിലപ്പോ മുഖത്ത് നോക്കുമ്പോ എനിക്കറിയാൻ പാടില്ല, നിങ്ങൾ അറിയാത്തോണ്ടാണ് ചിലപ്പോ മുഖത്തൊക്കെ ചിലപ്പോൾ ചിരിക്കാത്തത്. ആരാണെന്ന് ഒന്ന് പറഞ്ഞാലൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തൊട്ടടുത്ത് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന വല്ല ഏരിയ ഉണ്ടോ? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്തുണ്ടല്ലോ, ഇതുണ്ട്. ഗേറ്റ് വേ എന്ന് പറയുന്ന റിസോർട്ട് ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അവരൊന്ന് തപ്പി നോക്കുമായിരുന്നില്ലേ? നിങ്ങൾ ഓഫീസിലൊന്ന് കോണ്ടാക്ട് ചെയ്ത് അവര് പറഞ്ഞു തരുമായിരിക്കും. ട്രെയിൻ ഒരുപാട് ആലുവയാണോ മാം ഇറങ്ങേണ്ടത്, അതോ എറണാകുളം ആണോ ഇറങ്ങുന്നത്? എന്തോ ട്രെയിനിൽ വരുമ്പോഴേ മാം സ്റ്റോപ്പ് നമ്മൾ എറണാകുളമാണോ അതോ ആലുവ ഇറങ്ങിയ? സ്ഥലം എവിടെയാണ്? ഞാൻ ഇവിടെ കൊല്ലം, അവിടുന്നാ കയറുന്നേ. കൊല്ലം. അപ്പൊ എങ്ങനെ ട്രെയിനാണോ വരുന്നത്? ആ, ട്രെയിനിന്. ട്രെയിൻ കൊല്ലം ടു ആലുവ വരാൻ പറ്റില്ല നിങ്ങൾക്ക്? ആലുവയല്ലല്ലോ, എറണാകുളം ആണല്ലേ. ആലുവയിൽ വന്ന എളുപ്പമാണ്. ആലുവയിൽ വന്നു കഴിഞ്ഞാൽ ആലുവയിൽ നിന്ന് കൂടെ നമുക്ക് ബസ് ഉണ്ട് പറവൂർക്ക്. ഇവിടെ ഓഫീസിന് മുന്നിൽ വന്നിറങ്ങാം. ഓക്കെ, എല്ലാവരുടെയും സ്റ്റേഷൻ മിക്ക പേരും റെയിൽവേ സ്റ്റേഷൻ വരുന്ന വഴിയാണെങ്കിൽ എറണാകുളത്ത് തന്നെ ഇപ്പൊ ട്രെയിൻ ആണെങ്കിൽ ആലുവയിൽ വരാം. ആലുവയിൽ നിന്ന് നോർത്ത് പറവൂർക്ക്. നോർത്ത് പറവൂർക്ക് അവിടെ ആലുവയിൽ സ്റ്റാൻഡ് ഉണ്ടാവും, ബസ് സ്റ്റാൻഡ് ഉണ്ടാവും. റെയിൽവേ സ്റ്റേഷന് ഓപ്പോസിറ്റ് തന്നെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഉണ്ടാവും അവിടെ. നോർത്ത് പറവൂർ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും കേട്ടോ. പറവൂര് ജംഗ്ഷൻ എത്തുമ്പോ പറയാൻ പറഞ്ഞാൽ മതി. നോർത്ത് പറവൂർ ജംഗ്ഷൻ എത്തുന്ന സമയത്ത് പറയാൻ പറഞ്ഞാൽ മതി. ഒരു സിഗ്നൽ എത്തണേക്ക് മുമ്പ് നിങ്ങൾ ഇറങ്ങണം. സിഗ്നൽ ഉണ്ട്, സിഗ്നൽ എത്തണേക്ക് മുമ്പ് ചിലപ്പോ വണ്ടി അവിടെ നിർത്തും. അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഓപ്പോസിറ്റ് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ നിർത്തിയാൽ തിരിച്ചിങ്ങോട്ട് നടന്നു കഴിഞ്ഞാല് സിഗ്നൽ ക്രോസ് ചെയ്ത് നടന്ന നമ്മുടെ ഓഫീസാണ്. മാം, ഈ കാറിന് വന്നാല് നമ്മള് റോഡ് സൈഡിൽ തന്നെയാണോ സെന്റർ?
ഔട്ട് സൈഡിൽ തന്നെയാണ്. ഓക്കെ മാം. ഓക്കെ ബാക്കി ശനിയാഴ്ച. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ടീച്ചറിനോട് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ മാം. എല്ലാവരും ഇനി കാണാൻ സാധ്യത കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.